Hello my dear champions, എല്ലാവർക്കും ഒരിക്കൽ കൂടി വേദാന്തുവിൻ്റെ മലയാളം ചാനലിലേക്ക് സുസ്വാഗതം. എല്ലാവരും സൂപ്പർ ഡൂപ്പർ എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് സൂപ്പർ ഡൂപ്പർ എനർജി ആയിട്ട് ഇരിക്കണം മക്കളെ ക്ലാസ്സിൽ. ഓക്കെ, പെന്നും പേപ്പറൊക്കെ എടുത്തിട്ട് ഗെറ്റ് റെഡി ടു clear out your doubts, get ready to learn something new every day. Okay, ഇത് ഞാൻ മറ്റേ കെമിസ്ട്രി ചാനലിന് വേണ്ടി മാത്രം പറയണമല്ല, അല്ലെങ്കിൽ വേദാന്തു മലയാളം ചാനലിന് വേണ്ടി മാത്രം പറയണമല്ല. Always be inquisitive like a kid. Always be curious like a kid. Okay, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം, and that is how you progress in life. Okay, so മക്കളെ ഇന്ന് നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിൻ്റെ 6ാമത്തെ ലെക്ചറിലേക്ക് കിടക്കുകയാണ് മക്കളെ. വളരെ വളരെ രസകരമായിട്ടുള്ള 5 ലെക്ചർ കഴിഞ്ഞു. പുതിയ പിള്ളേർ കാണുന്നുണ്ടെങ്കിൽ ദയവായി ആദ്യത്തെ 5 ലെക്ചേഴ്സ് കാണാൻ മറക്കരുത്. ഓക്കെ, കാര്യം നമ്മൾ ബേസിക്സ് എല്ലാം അതിൽ കവർ ചെയ്തിരുന്നു. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് നമ്മളതിൽ ഓൾറെഡി കവർ ചെയ്തിരുന്നു. സോ പ്ലീസ് ഡു വാച്ച് ദാറ്റ് മൈ ഡിയർ ചാമ്പ്യൻസ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയായിരിക്കാം. അറിയാത്തവർക്കായിട്ട് ഐ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. അറിയാത്ത മക്കൾക്കായിട്ട് ഐ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എൻ്റെ പേര് സുദർശൻ. നാട്ടിൽ കൊച്ചിയിലാണ്, ആലുവയിലാണ്. പഠിച്ചതൊക്കെ ബിച്ച്പിലാനി, ഇന്ത്യയിലെ തന്നെ നമ്പർ 1 എഞ്ചിനീയറിംഗ് കോളേജാണ്. എന്നെക്കുറിച്ച് കൂടുതൽ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. സോ യു ക്യാൻ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ഓവർ ദെയർ. ആൻഡ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ വീഡിയോസോ മോട്ടിവേഷണൽ വീഡിയോസോ വേണമെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ബിക്കോസ് വി ഗ്രോ ആസ് എ ഫാമിലി. നമ്മളൊരു കുടുംബം പോലെയല്ലേ മക്കളെ, അല്ലേ? അപ്പോൾ വളരുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് വളരണം. നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വി വിൽ ഡെഫിനറ്റ്ലി നമ്മളത് എന്തായാലും കൈകാര്യം ചെയ്യുന്നതാണ്. സോ പ്ലീസ് ഡു കമൻറ്റ് ബിലോ നിങ്ങളുടെ ഡൗട്ട്സ്, നിങ്ങളുടെ ആവശ്യങ്ങൾ റിലേറ്റഡ് ടു യുവർ പ്രിപ്പറേഷൻ. ഓക്കെ, അത് എന്തുമായിക്കോട്ടെ, ഇഫ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ പ്രിപ്പറേഷൻ, ഞങ്ങൾ അതിൻ്റെ 100% ട്രൈ ചെയ്യും ടു റെക്ടിഫൈ, ടു ഹെൽപ്പ് യു ഗൈസ് ഇൻ ദാറ്റ്. ഓക്കെ മക്കളെ, കൂൾ. അപ്പം നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം, അല്ലേ? ഞാൻ കൂടുതൽ വെച്ച് താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ കാര്യത്തിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഓക്കെ, വളരെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. The 3 main important topics: collision theory മക്കളെ, collision theory. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാറേ collision theory എന്താണ്? പറഞ്ഞുതരാം, വെയിറ്റ് മാടി. Factors affecting rate of reaction and Arrhenius equation. ഓക്കെ, ഇതിൽ ഈ ഒരു സാധനം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. The third topic, Arrhenius equation, is extremely important. ഓക്കെ, അപ്പോൾ എല്ലാവരും പെന്നും പേപ്പറൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഞാൻ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഞാൻ പായസം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ പായസത്തിനായിട്ട് വെയിറ്റ് ചെയ്യരുത്. ഡോണ്ട് വെയിറ്റ് ഫോർ മീ ടു സോൾവ് ദ ക്വസ്റ്റ്യൻ. ഒന്ന് പോസ് അടിച്ച് നോക്കുക ആൻഡ് ട്രൈ ടു സോൾവ് ദ ക്വസ്റ്റ്യൻ ഓൺ യുവർ ഓൺ. എൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞതിന് മുമ്പ് തന്നെ നിങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കുക. ദാറ്റ് ഈസ് ഹൗ യു ലേൺ. ഓക്കെ, നിങ്ങൾ മിസ്റ്റേക്സ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ മിസ്റ്റേക്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ തിരുത്താൻ നോക്കുക ആദ്യം. ഒബ്വിയസ്ലി ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു കാണും അത് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം സ്വയം പായസം ഉണ്ടാക്കാൻ നോക്കുക, അത് കഴിഞ്ഞിട്ട് എൻ്റെ പായസം ടേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു. ബിഫോർ ദാറ്റ് ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. തമ്മിലടിക്കാൻ പാടുള്ള മക്കളെ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഫാമിലി ഗ്രോ ചെയ്യണം. സോ ഫോർ ദാറ്റ് വി നീഡ് യുവർ സപ്പോർട്ട്. നിങ്ങൾ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ബിക്കോസ് ഇത് കേരളത്തിലെ തന്നെ എല്ലാ മക്കൾക്കും, നീറ്റും ജെയും കൊടുക്കണ എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് ആണ് നമ്മളിത് ഒരുക്കുന്നത്. സോ അതെല്ലായിടത്തും എത്തണം. കുറേ പേര് കണ്ടു കാണും, കുറേ പേര് കാണാത്തവരുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണ് മക്കളെ. ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ഓൾസോ ടു ഹെൽപ്പ് യുവർ ഫ്രണ്ട്സ്. അവർക്കും പഠിക്കണ്ടേ, എല്ലാവർക്കും പഠിക്കണ്ടേ മക്കളെ. ഓക്കെ, സോ ഹെൽപ്പ് all of us by ലൈക്കിങ്, ഷെയറിങ് ആൻഡ് സബ്സ്ക്രൈബിങ്. ഓക്കെ, അത് ചെയ്യാൻ മറക്കരുത് മക്കളെ. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കൂൾ. നമുക്കപ്പോൾ ടോപ്പിക്കിലേക്ക് കിടക്കാം. The first topic that we are going to deal with today is collision theory. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് സാറേ എന്താണ് ഈ collision theory, എന്താണ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത്? collision theory നമ്മൾ പഠിക്കാൻ പോകുന്നത്, it is a theory which tries to explain how a reaction is happening. അതായത് ഒരു റിയാക്ഷൻ എന്തുകൊണ്ട് നടക്കുന്നു, അതെങ്ങനെ നടക്കുന്നു, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സ്പീഡ്,
എന്തുകൊണ്ടാണ് ചില റിയാക്ഷൻസ് പെട്ടെന്ന് നടക്കുന്നത്, എന്തുകൊണ്ടാണ് ചില റിയാക്ഷൻസ് സ്ലോ ആയിട്ട് നടക്കുന്നത് എന്നെല്ലാം ഈ തിയറി നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഓർ ഇറ്റ് ട്രൈസ് ടു എക്സ്പ്ലെയിൻ ഓൾ ദാറ്റ്. ഓക്കെ, അപ്പോൾ വളരെയധികം രസകരമായിട്ടുള്ളൊരു തിയറിയാണ്. നമുക്ക് കിടക്കാം മക്കളെ കൊളീഷൻ തിയറിയിലേക്ക്. കൊളീഷൻ തിയറിയിൽ വൺ ഓഫ് ദ primary assumptions, okay, one of the primary assumptions is, എല്ലാവരും നോക്കുക, one of the primary assumptions, ഒരു മിനിറ്റ് മക്കളെ, one of the primary assumptions in collision theory is, one of the primary assumptions in collision theory is, one of the primary assumptions in collision theory is, reactions happen, reactions occur when reactant molecules reactions occur when reactant molecules collide with each other. When reactant molecules collide with each other. Okay? അതായത് റിയാക്ഷൻ നടക്കണമെങ്കിൽ റിയാക്റ്റന്റ് മോളിക്യൂൾസ് തമ്മിലിടിക്കണം അല്ലേ? ഇപ്പം ഞാനും നിങ്ങളും തമ്മിലിടിച്ചു തുടങ്ങിയാലേ നമ്മുടെയൊക്കെ ഷേപ്പ് മാറുള്ളൂ. അതേപോലെ തന്നെ റിയാക്റ്റന്റ് മോളിക്യൂൾ ഷുഡ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ സോ ദാറ്റ് പ്രോഡക്ട്സ് ആർ ഫോംഡ്. ഒബ്വിയസ്ലി ഒരു ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? റിയാക്ഷൻസ് ഒക്കർ വെൻ റിയാക്റ്റന്റ് മോളിക്യൂൾസ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ. പിന്നെ വേറൊരു അസംഷൻ ഇവർ ചെയ്തേക്കണം എന്താന്ന് വെച്ചാൽ റിയാക്റ്റന്റ് മോളിക്യൂൾസ് ആർ കൺസിഡേർഡ് ടു ബി reactant molecules are assumed to be hard spheres, എന്താണ് മക്കളെ ഹാർഡ് സ്ഫിയേഴ്സ്? അതായത് ഉരുണ്ടിരിക്കുന്നു. അതായത് റിയാക്റ്റന്റ് മോളിക്യൂൾസ് ആർ കൺസിഡേർഡ് ടു ബി ഹാർഡ് സ്ഫിയേഴ്സ്. ഓക്കെ, അതിൻ്റെ ആക്ച്വൽ ഷേപ്പോ സ്ട്രക്ചറോ കൊളീഷൻ തിയറിയിൽ കൺസിഡർ ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാം ആക്ച്വലി മോളിക്യൂൾസ് ആർ നോട്ട് ലൈക്ക് ഉരുണ്ടല്ല ഇരിക്കണത്, കൊഴുക്കട്ട പോലെയല്ല ഇരിക്കണത്. എവ്രി മോളിക്യൂൾ ഹാസ് ഇറ്റ്സ് ഓൺ ഷേപ്പ്, സ്ട്രക്ചർ എക്സെട്ര. കെമിക്കൽ ബോണ്ടിങ്ങിൽ നിങ്ങളത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഫോർ ഈസിയർ അണ്ടർസ്റ്റാൻഡിങ് കൊളീഷൻ തിയറിയിൽ കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ റിയാക്റ്റന്റ് മോളിക്യൂൾസ് ഉരുണ്ടിരിക്കുന്നു, ഉണ്ട പോലെ ഇരിക്കുന്നു. ഓക്കെ, അത് ആക്ച്വലി വൺ ഓഫ് ദ ഡ്രോബാക്സ് ആണ് കൊളീഷൻ തിയറിയുടെ കാര്യം. എല്ലാ മോളിക്യൂൾസും ഉരുണ്ടല്ല ഇരിക്കുന്നത്. ബട്ട് ഫോർ ഈസിയർ അണ്ടർസ്റ്റാൻഡിങ് ഈ രണ്ട് അസംഷൻസും, ഫസ്റ്റ് അസംഷൻ ആക്ച്വലി ഭയങ്കര ലോജിക്കലാണ്, റിയാക്ഷൻ നടക്കണമെങ്കിൽ തമ്മിൽ കൂട്ടിമുട്ടണം. സെക്കൻഡ് അസംഷൻസ് അത്രയ്ക്ക് ലോജിക്കൽ അല്ല, ചെറിയൊരു ഡ്രോബാക്ക് ആണ് കൊളീഷൻ തിയറിയുടെ. ബട്ട് സ്റ്റിൽ ഫോർ ഈസിയർ അണ്ടർസ്റ്റാൻഡിങ് അത് ഉരുണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഹാർഡ് സ്ഫിയേഴ്സ് ആയിട്ട്. ഹാർഡ് സ്ഫിയർ എന്ന് വെച്ചാൽ അതങ്ങനെ ഞെങ്ങിയൊന്നും പോവില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. കൂൾ. ഈ രണ്ട് അസംഷൻ വെച്ചിട്ടാണ് കൊളീഷൻ തിയറിയുടെ ബാക്കിയുള്ള കഥ. ഓക്കെ, സോ എല്ലാവരും നോക്കുക. ഫോർ ഇഫക്റ്റീവ് കൊളീഷൻ following two conditions must be satisfied at a time. First of all, effective collisions എന്താണ്? Effective collisions എന്ന് ചോദിച്ചാൽ collisions that lead to product formation. അതായത് നമ്മളൊരു കണ്ടെയ്നറിൽ, നമ്മളൊരു പെട്ടിയിൽ, നമ്മളൊരു ചെമ്പിൽ ഒരു റിയാക്ഷൻ നടത്തുകയാണ് എയുടെയും ബിയുടെയും. കുറേ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് മോളിക്യൂൾസ് ഓഫ് എ ഉണ്ടാവും, മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് മോളിക്യൂൾസ് ഓഫ് ബിയും ഉണ്ടാവും. അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ അല്ലെങ്കിൽ അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഈ കൊളീഷൻസ് എല്ലാം പ്രോഡക്റ്റിലേക്ക് ലീഡ് ചെയ്യുമോ? ഇല്ല മക്കളെ.
Not all collisions will lead you to the product, or not all collisions are effective. ചില കൊളീഷൻസ് എയും ബിയും തമ്മിൽ മുട്ടും, പക്ഷെ ഒന്നും നടക്കില്ല. ചില കൊളീഷൻസ് എയും ബിയും തമ്മിൽ മുട്ടും, പ്രോഡക്റ്റ് ഫോം ചെയ്യും. അപ്പം അത് എങ്ങനെയാണ് നടക്കുന്നത്? എന്തുകൊണ്ടാണ് സാറ് ചില കൊളീഷൻസ് ഇൻഎഫക്റ്റീവായിട്ട് വരുന്നത്? എന്തുകൊണ്ടാണ് സാറ് ചില കൊളീഷൻസ് ഇഫക്റ്റീവായിട്ട് വരുന്നത്? വാട്ട് ആർ ദ കണ്ടീഷൻസ് സാറ്? So basically the two major conditions for effective collisions are: reacting molecules must possess a minimum amount of energy. Reacting molecules must possess a minimum amount of energy. And the second condition is reactant molecules should be oriented properly. Proper orientation of collisions should happen. Proper orientation of collisions should happen. ഞാൻ വളരെ സിമ്പിളായിട്ട് ഇതിവിടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം മക്കളെ. ഇതിൻ്റെ രണ്ടിൻ്റെയും വളരെ സിമ്പിൾ കോൺസെപ്റ്റ്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു റിയാക്ഷൻ എടുക്കാമെന്ന് വിചാരിക്കുക. A2 + B2 ഗിവിങ് യു 2AB എന്നൊരു റിയാക്ഷൻ എടുക്കാമെന്ന് വിചാരിക്കുക. ഓക്കെ, A2 + B2 ഗിവിങ് യു 2AB. A2 മോളിക്യൂളും B2 മോളിക്യൂളും തമ്മിലടിക്കുന്നു, 2AB മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇത് ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ ലോജിക്കലി തന്നെ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. A2 എന്ന് പറഞ്ഞൊരു മോളിക്യൂളും B2 എന്ന് പറഞ്ഞൊരു മോളിക്യൂളും ഇഫ് ദേ ആർ കമ്മിങ് ടുഗെദർ, അവർ രണ്ടുപേരും തമ്മിൽ വരുന്നു. വെൻ ദേ ആർ കൊളൈഡിങ്, മൈ ഡിയർ സ്റ്റുഡൻസ്, വെൻ ദേ ആർ കൊളൈഡിങ്, എയുമായിട്ടുള്ള ബോണ്ട് ഷുഡ് ബ്രേക്ക്. അതാണ് ഞാൻ ഡാഷ് ലൈൻ ഇട്ടിരിക്കുന്നത്. എയുമായിട്ടുള്ള ബോണ്ട് ബ്രേക്ക് ആവണം. ബിയുമായിട്ടുള്ള ബോണ്ട് ബ്രേക്ക് ആവണം. എയും ബിയുമായിട്ടുള്ള ബോണ്ട് ഫോം ആവണം. എയും ബിയുമായിട്ടുള്ള ബോണ്ട് ഫോം ആവണം. That means this bond should break, this bond should break, this bond should form, and this bond should form. അല്ലേ മക്കളെ? അതങ്ങനെ വെറുതെ വന്ന് കണ്ടുമുട്ടിയാൽ നടക്കുകയൊന്നുമില്ല. നന്നായിട്ട് ആഞ്ഞടിച്ചാലേ പഴയ ബോണ്ട്സ് ബ്രേക്ക് ആവുകയുള്ളൂ, പുതിയ ബോണ്ട്സ് ഫോം ആവുകയുള്ളൂ. സോ ദർ ഷുഡ് ബി എ മിനിമം എനർജി. അതായത് വെറുതെ വന്ന് തട്ടിയിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നെന്ന് വരില്ല. കാര്യം എന്താ വെച്ചാൽ പ്രീവിയസ് ബോണ്ട്സ്, ദ ഓൾഡ് ബോണ്ട്സ് ഷുഡ് ബ്രേക്ക് ആൻഡ് ന്യൂ ബോണ്ട്സ് ഷുഡ് ഫോം. അതായത് ഒരു കാറും വേറൊരു കാറും തമ്മിൽ വെറുതെ ഒന്ന് ഉരസിയാൽ ചിലപ്പോൾ ഒന്നും നടക്കില്ല, പക്ഷെ ആഞ്ഞൊന്നിടിച്ചാൽ അതിൻ്റെ ആക്സിൽ വരെ ഒടിഞ്ഞു പോകും, അല്ലേ? സിമിലർ ടു ദാറ്റ് മൈ ഡിയർ ചാമ്പ്യൻസ്, ഒരു പ്രോപ്പർ റിയാക്ഷൻ നടക്കണമെങ്കിൽ there should be a minimum amount of energy with which they should collide. Only then the old bonds will break and the new bonds will form. Agreed മക്കളെ? മനസ്സിലായോ? അതേപോലെ തന്നെ ഓറിയന്റേഷൻ. ഇപ്പം നിങ്ങൾ കണ്ടു എയും ബിയും, ഈ എയും ബിയും കണ്ണും നോക്കിയിരിക്കുകയാണ്. ഈ എയും ബിയും കണ്ണും നോക്കിയിരിക്കുകയാണ്. ദാറ്റ്സ് ഹൗ ദേ ആർ മീറ്റിംഗ്. ഇത് തന്നെ ഞാൻ വേറെ രീതിയിൽ വരയ്ക്കുകയാണെങ്കിൽ, സപ്പോസ് A came like this. എല്ലാവരും നോക്കുക. A2 മോളിക്യൂള് ഇങ്ങനെ വരുന്നു, B2 മോളിക്യൂൾ ഇങ്ങനെ വരുന്നു. അതായത് ഇത് ഇങ്ങനെ വരുന്നു, മറ്റേത് ഇങ്ങനെ വരുന്നു. പ്രോബബ്ലി ഇവിടെ ഒരു കൊളീഷൻ നടക്കുമായിരിക്കും, ബട്ട് ദിസ് ഗായ് ഇസ് നോട്ട് കൊളൈഡിങ് വിത്ത് ദിസ് ഗായ്. ഈ ബിയും ഈ എയും ഇടുക്കിയും പത്തനംതിട്ടയും തമ്മിലുള്ള ദൂരമുണ്ട്. The orientation is not correct. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുമോ? ഇല്ല, ഈ പ്രോഡക്റ്റ് കിട്ടില്ല, 2AB കിട്ടില്ല. കാര്യം ഇവിടെ ഒരു കൊളീഷൻ നടക്കുന്നുണ്ടെങ്കിലും ഫോർ ദ ആക്ച്വൽ പ്രോഡക്റ്റ് ടു ബി ഫോംഡ് അത് പ്രോപ്പർലി ഓറിയന്റഡ് ആയിരിക്കണം. അതായത് ഇത് ഇങ്ങനെ വരികയും ചെയ്യണം, ദിവന്ത് ഇങ്ങനെ വരികയും ചെയ്യണം. Only then the collisions will be properly oriented and only then the products will be formed. നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കും. അതായത് SN2 മെക്കാനിസം, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, SN2 റിയാക്ഷൻ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഇപ്പം അറിയാത്തവർ അത് വിടുക. എന്നാലും അറിയണവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളതിൽ ഓറിയൻറ്റേഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കും മക്കളെ. SN2 റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്, ഒരു ബൈമോളിക്കുലർ റിയാക്ഷൻ ആണ് SN2 എന്നുള്ളത്. എന്താണെന്നുള്ളത് നിങ്ങൾ അറിയണ്ട, എന്തായാലും ഞാൻ പഠിപ്പിച്ചു തരാം പിന്നെ. പക്ഷെ അതിലെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും ഓറിയൻറ്റേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്.
തോന്നിയ രീതിയിൽ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ട് കാര്യമില്ല. കറക്റ്റ് ഓറിയന്റേഷൻ ഇല്ലെങ്കിൽ പ്രോഡക്റ്റ് ചിലപ്പോൾ ഫോം ചെയ്യില്ല. അതേപോലെ തന്നെ കറക്റ്റ് തോന്നിയ പോലെ വെറുതെ വന്ന് മുട്ടിയിട്ട് കാര്യമില്ല. പ്രോപ്പർ ആയിട്ടുള്ള ഒരു എനർജിയിൽ മുട്ടിയാലേ പഴയ ബോൺസ് ബ്രേക്ക് ആവുള്ളൂ, പുതിയ ബോൺസ് ഫോം ആവുള്ളൂ. പുറിയതാ? ഇടയ്ക്ക് തമിഴ് കയറി വന്നു കേട്ടോ, സോറി, ബട്ട് സ്റ്റിൽ ഓക്കെ. അപ്പോൾ ഇതാണ് രണ്ട് കണ്ടീഷൻസ്. റിയാക്ടിങ് മോളിക്യൂൾസ് മസ്റ്റ് possess a minimum amount of energy and there should be a proper orientation of collision. There should be a proper orientation of collision. ഇത് രണ്ടും മറക്കരുത് മക്കളെ. ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാം. There is something called as, അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോണത് എനർജി ബാരിയറിനെ കുറിച്ചാണ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോണത് എനർജി ബാരിയർ. എനർജി ബാരിയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം, അതായത് ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജിയിൽ അവർ തമ്മിൽ കൊളൈഡ് ചെയ്തില്ലെങ്കിൽ നടക്കില്ല, രക്ഷയില്ല, റിയാക്ഷൻ നടക്കില്ല. അപ്പൊ ആ മിനിമം എമൗണ്ട് ഓഫ് എനർജിനെയാണ് നമ്മൾ ത്രെഷോൾഡ് എനർജി എന്ന് വിളിക്കുന്നത്. The minimum energy which must be possessed by reacting molecules for a chemical reaction to occur. The minimum energy which must be possessed by reacting molecules for a chemical reaction to occur. That is called as threshold energy. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാറേ അത് കറക്റ്റായിട്ട് അങ്ങോട്ട് മനസ്സിലായില്ല സാറേ, ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, there is another energy also. There is another energy called as activation energy. The minimum extra amount of energy required by reactant molecules for converting into products. അതാണ് ആക്ടിവേഷൻ എനർജി. അപ്പം നിങ്ങൾ വിചാരിക്കും സാറേ ഇത് രണ്ടും കേൾക്കാൻ ഒരേപോലെ ഉണ്ടല്ലോ, എന്താണ് ആക്ച്വൽ ഡിഫറൻസ്? ഞാൻ പറഞ്ഞുതരാം മക്കളെ. സോ എവ്രി വൺ ലുക്ക് ഓവർ ഹിയർ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ ഇമ്പോർട്ടൻറ്റുമാണ് മക്കളെ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഓൾസോ. ഈ ടോപ്പിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻറ്റുമാണ് മക്കളെ. സോ എവ്രി വൺ ലുക്ക്. ഞാനിപ്പോൾ ചെയ്യാൻ പോണത് നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഗ്രാഫ്. ഓക്കെ, ലെറ്റ്സ് റെപ്രസെന്റ് ദിസ് തിയറി ഇൻ എ ഗ്രാഫിക്കൽ വേ. ഈ എനർജി ബാരിയർ ഒരു ഗ്രാഫിക്കൽ വേയിൽ നമുക്ക് പഠിക്കാം. സോ ബേസിക്കലി എല്ലാവരും നോക്കുക, ഞാനിവിടെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. എന്തിൻ്റെ ഗ്രാഫാണ് സാറ് വരയ്ക്കാൻ പോകുന്നത്? എന്തിൻ്റെ ഗ്രാഫാണ്? ഐ എം ഗോയിങ് ടു ഡ്രോ a graph of energy versus reaction coordinate. ഈ x-axis എന്ന് പറയുന്നത് it's called as reaction coordinate. എന്താണ് സാറേ? റിയാക്ഷൻ കോർഡിനേറ്റ് എന്ന് വെച്ചാൽ as you go to the right side reaction is complete. അങ്ങനെ കരുതിയാൽ മതി. നമ്മൾ ഇങ്ങനെ പോകും തോറും റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് മീൻസ്. ആൻഡ് ഇവിടെ y ആക്സിസിൽ നമുക്ക് എനർജി, വി ആർ ഗോയിങ് ടു പ്ലോട്ട് എനർജി. ഇവിടെ y ആക്സിസിൽ വി ആർ ഗോയിങ് ടു പ്ലോട്ട് എനർജി. ഓക്കെ മക്കളെ, റിയാക്ഷൻ കോർഡിനേറ്റ് ഇസ് ഇൻ ദി x ആക്സിസ്. റിയാക്ഷൻ കോർഡിനേറ്റ് ഉദ്ദേശിച്ചത് ഇറ്റ് ഇസ് ആസ് വി ഗോ ടു ദ റൈറ്റ് സൈഡ്, അതായത് ഇങ്ങോട്ട് പോകും തോറും റിയാക്ഷൻ കഴിയുന്നു. So let us say initially നമ്മൾ ഇത് റിയാക്റ്റൻറ്റിൻ്റെ എനർജി, അതായത് ഇപ്പോൾ 2-3 റിയാക്റ്റൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആവറേജ് എനർജി ആയിട്ട് ഇത് വെക്കുന്നു. ദിസ് ഇസ് ദി ഇനീഷ്യൽ എനർജി ഓഫ് റിയാക്റ്റൻസ്. ഓക്കെ, നൗ ഇമാജിൻ റിയാക്ഷൻ ഹാസ് ടു ഹാപ്പൻ. അതിന് റിയാക്റ്റൻറ്റ് മോളിക്യൂൾ ഷുഡ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ. ഈ റിയാക്റ്റൻറ്റ് മോളിക്യൂൾസ് കൊളൈഡ് ആവുമ്പോൾ ദേ ഷുഡ് ക്രോസ് എ മിനിമം എനർജി ബാരിയർ. Only then they will reach the product side. Only then they will reach the product side. അതായത് ഈ കാണുന്നതാണ് എനർജി ഓഫ് പ്രോഡക്ട്സ്, ഈ കാണുന്നതാണ് എനർജി ഓഫ് റിയാക്റ്റൻസ്.
energy of reactants, ER. ER is energy of reactants. EP is energy of products. അപ്പോൾ ഈ കുന്നെന്താണ് മക്കളെ? ഈ കുന്നാണ്, ഇതാണ് ത്രെഷോൾഡ് എനർജി. ഈ കാണുന്നതാണ് മക്കളെ ത്രെഷോൾഡ് എനർജി, ET. ET എന്ന് ഞാൻ വിളിക്കുന്നു, ത്രെഷോൾഡ് എനർജി. അതായത് റിയാക്ടന്റ് മോളിക്യൂൾസിന്റെ ഇനീഷ്യൽ എനർജി ഇത്രയാണ്. ആഫ്റ്റർ കൊളീഷൻ അത് മിനിമം ഇത്രയെങ്കിലും ആവണം, മിനിമം എനർജി ഇത്രയെങ്കിലും ആവണം. എന്തിന്? പ്രോഡക്റ്റ് സൈഡിലേക്ക് ചാടാനായിട്ട്. അതായത് ഈ ഒരു കുന്ന് കയറിയേ പറ്റൂ. അതുകൊണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ദ മിനിമം എനർജി വിച്ച് മസ്റ്റ് ബി പൊസസ്ഡ് ബൈ റിയാക്ടിംഗ് മോളിക്യൂൾസ് ഫോർ എ കെമിക്കൽ റിയാക്ഷൻ ടു ഒക്കർ. അത് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവും. ദിസ് ഇസ് ദ മിനിമം എനർജി റിക്വയർഡ്. ഇതിന് മേലെ പോയാൽ കുഴപ്പമില്ല, ഇതിന് താഴെ വന്നാൽ റിയാക്ഷൻ നടക്കില്ല. ഇതിന് താഴെ വന്നാൽ റിയാക്ടന്റ് മോളിക്യൂൾസ് തട്ടിയിട്ട് തിരിച്ചു പോകും. പ്രോഡക്ട്സ് വിൽ നോട്ട് ബി ഫോംഡ്. ഇതോ ഇതിന് മേളിലേക്കോ എത്തണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ അപ്പൊ ഈ ആക്ടിവേഷൻ എനർജി എന്താണ്? മിനിമം എക്സ്ട്രാ എമൗണ്ട് ഓഫ് എനർജി. ആക്ടിവേഷൻ എനർജി ഭയങ്കര എളുപ്പമാണ് മക്കളെ. ദ എക്സ്ട്രാ എമൗണ്ട് ഓഫ് എനർജി, ദ എക്സ്ട്രാ എമൗണ്ട് ഓഫ് എനർജി, അതായത് ഈ ഒരു ഹൈറ്റ്, ഈ ഒരു ഹൈറ്റിനെയാണ് ആക്ടിവേഷൻ എനർജി. അതായത് റിയാക്ടന്റ് മോളിക്യൂൾസിൽ നിന്ന് എക്സ്ട്രാ എത്ര എനർജി വേണ്ടി വന്നു, that is the activation energy. അപ്പോൾ ഞാൻ ഇവിടെ EAF എന്ന് കൊടുക്കാം. This is EAF. That is activation energy of forward reaction. ഇത് എന്ന് ഉദ്ദേശിക്കുന്നത് activation energy of forward reaction. Activation energy of forward reaction. അതായത് ഫോർവേഡ് റിയാക്ഷനിലേക്ക് A+B giving you products ആ ഒരു ഡയറക്ഷനിലേക്ക് പോവാനായിട്ട് A+B അല്ലെങ്കിൽ A2+B2 giving you products ഈ ഒരു ഡയറക്ഷനിലേക്ക് പോവാനായിട്ട് ഇത്രയും എക്സ്ട്രാ എനർജി വേണ്ടി വരും മക്കളെ റിയാക്ടൻസിന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ സാറേ if there is an activation energy for forward reaction, is there an activation energy for backward reaction? Absolutely. അതുമുണ്ട് മക്കളെ. ഇത് ഈ ഒരു ഹൈറ്റ്, അതായത് പ്രോഡക്ട്സിൽ നിന്ന് റിയാക്റ്റൻസിലേക്ക് പോവാൻ ഉള്ള ഹൈറ്റാണ് ആക്ടിവേഷൻ എനർജി ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ, EAB. This is nothing but activation energy of backward reaction. Activation energy of backward reaction. Okay മക്കളെ. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ ഷേപ്പും ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ടേംസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒന്നും കൂടി പറയാം. ER is energy of reactants. Energy of reactants. ET is threshold energy. EP is energy of products. Okay. EAF is activation energy of forward reaction. അതായത് റിയാക്ടൻ്റ് എനർജിയിൽ നിന്ന് എത്ര എക്സ്ട്രാ പോകണം, that is activation energy of forward reaction. EAB is activation energy of backward reaction. അതായത് ഇവിടുന്ന് തിരിച്ചിങ്ങോട്ട് പോകാനായിട്ട്, പ്രോഡക്ട്സിന് റിയാക്ടൻസിലേക്ക് പോകാനായിട്ട് എത്ര എക്സ്ട്രാ എനർജി വേണം, that is backward reaction. ഇനി ഞാൻ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ടേം ഇവിടെ കൊണ്ടുവരാം. എനിക്കറിയില്ല നിങ്ങൾക്ക് ഇഷ്ടമാണോന്നൊന്നും, പക്ഷേ നിങ്ങൾ ഈ ഒരു ഹൈറ്റ് നോക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ ഈ ഒരു ഹൈറ്റ് നോക്കുകയാണെങ്കിൽ, വാട്ട് ഡു യു തിങ്ക് ദിസ് ഹൈറ്റ് ഇസ്? ഈ ഒരു ചെറിയ ഗ്യാപ്പ് കണ്ടോ? റിയാക്ടൻസ് എനർജി, പ്രോഡക്ട്സ് എനർജി, ഈ ഒരു ചെറിയ ഗ്യാപ്പ് എന്താണ് മക്കളെ? ആ ഒരു ചെറിയ ഗ്യാപ്പാണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എൻതാൽപ്പി ഓഫ് റിയാക്ടൻസ്, ബിക്കോസ് റിയാക്ഷൻ അൾട്ടിമേറ്റ്ലി ചെറിയ ഹൈറ്റ് എന്താണ് മക്കളെ? നിങ്ങളൊന്ന് നോക്കൂ, ഈ ചെറിയ ഹൈറ്റ് എന്താണ് മക്കളെ? വാട്ട് ഈസ് ദാറ്റ് അൾട്ടിമേറ്റ്ലി? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് energy of products minus energy of reactants. അതാണ് ആക്ച്വലി ഡെൽറ്റ H ന്റെ വാല്യൂ.
ഇവിടെ ഈ ഹൈറ്റ് എന്നുള്ളത് മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് നമ്മൾ എടുത്തേക്കുന്നത്. ബട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ അൾട്ടിമേറ്റ്ലി എന്താണ്? Enthalpy of reaction ultimately endana makkale? Enthalpy of reaction is nothing but, so this is nothing but, this height is nothing but magnitude of enthalpy of reaction. Okay, that is nothing but ER minus EP. Alle? Energy of reactants വലിയ value minus ചെറിയ value. But actually നമ്മളെ enthalpy can also be negative and positive. അല്ലേ? Enthalpy actual definition എന്താണ്? Enthalpy of reaction actual definition is nothing but energy of products minus energy of reaction. Delta H is actually energy of products minus energy of reactants. ഇവിടെ energy of products ചെറുതാണ്, energy of reactants വലുതാണ്. So EP minus ER in this graph, ഈ ഒരു ഗ്രാഫിൽ this value will be less than 0. And that is why this is an actual exothermic reaction. ഈ ഒരു ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു എക്സോതെർമിക് റിയാക്ഷനെയാണ്. This graph represents an exothermic reaction. This graph represents an exothermic reaction മക്കളെ. ഓക്കെ, മനസ്സിലായോ? അതായത് എനർജി ഓഫ് പ്രോഡക്ട്സ് എനർജി ഓഫ് റിയാക്ടൻസിനേലും കുറവാണെങ്കിൽ കുറച്ച് എനർജി പോയി അങ്ങോട്ടോ. എനർജി ഓഫ് റിയാക്ടൻസിന്റെ വാല്യൂ കൂടുതലാണ്, എനർജി ഓഫ് പ്രോഡക്ട്സിന്റെ വാല്യൂ ചെറുതാണ്. എനർജി ഓഫ് പ്രോഡക്ട്സിന്റെ വാല്യൂ ചെറുതാണ്. അപ്പോൾ കുറച്ച് എനർജി എവിടെയോ കാണാതായിപ്പോയി, അല്ലേ? That means it's releasing energy. കാണാതായി എന്നല്ല, it's releasing energy. That's why it's an exothermic reaction. പിന്നെ magnitude of delta H can also be written as, എല്ലാവരും നോക്കുക, this magnitude can also be written as, നമുക്ക് വേറെ എന്തെങ്കിലും വെച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? It is nothing but EAB, ഈ ഒരു activation energy of backward reaction minus activation energy of forward reaction. അതായത് this is also nothing but EAB minus EAF. Got it? Yes or no? അപ്പോൾ ഡെൽറ്റ എച്ച് എന്തായിരിക്കും? ഡെൽറ്റ എച്ച് is nothing but EAF minus EAB minus EAB. ഇത് മറക്കരുത്. Forward reaction activation energy minus backward reaction activation energy is equal to delta H, which is nothing but products in energy minus reactant energy. പിന്നെ അത് ഈ ഗ്രാഫിൽ ആയതുകൊണ്ട് it will be negative. If the graph is given like this, where products energy is lesser, it is going to be an exothermic reaction. Okay, മക്കളെ, മനസ്സിലായോ? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എൻ എക്സോതെർമിക് റിയാക്ഷൻ. അപ്പോൾ എല്ലാവരും ഒരു ഫോട്ടോ എടുത്ത് വെക്കുക. ഗോട്ട് ഇറ്റ്? ഈസ് ദാറ്റ് ക്ലിയർ? മറക്കല്ലേ മക്കളെ, ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മറക്കല്ലേ മക്കളെ, ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ഗ്രാഫിൻ്റെ ഷേപ്പ് വളരെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ അപ്പോൾ സാറേ എൻഡോതെർമിക് റിയാക്ഷനോ? എൻഡോതെർമിക് റിയാക്ഷന് ഗ്രാഫ് ഉണ്ടോ? ഉണ്ടല്ലോ മക്കളെ. അങ്ങനെ എക്സോതെർമിക്കിന് മാത്രം ഗ്രാഫ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. എൻഡോതെർമിക്കിനും ഗ്രാഫ് ഉണ്ടാവും. നമുക്ക് നോക്കാം മക്കളെ. ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദ ഗ്രാഫ് ഫോർ endothermic reaction. Let's understand the graph for endothermic reaction. എല്ലാവരും നോക്കുക. ഇനി എൻഡോതെർമിക് റിയാക്ഷൻസിന്റെ ഗ്രാഫ് എങ്ങനെ ഇരിക്കും? നമുക്ക് നോക്കാം. സോ ബേസിക്കലി സെയിം ഇത് തന്നെ, ഒരു എനർജി പ്രൊഫൈൽ, റിയാക്ഷൻ കോർഡിനേറ്റ് RC. Okay, energy is over here. Okay, endothermic-ന്റെ ഗ്രാഫ് നമ്മൾ റിയാക്റ്റന്റിന്റെ എനർജി ഇതായിട്ട് വെക്കുക, എനർജി ഓഫ് റിയാക്റ്റൻസ്. നമ്മൾ നേരെ കുന്നുകയറി ഇറങ്ങി വരുമ്പോൾ ഇറ്റ് വിൽ സ്റ്റോപ്പ് സംവെയർ ഓവർ ഹിയർ. കാര്യം എന്താ? എൻഡോതെർമിക്കില് എനർജി ഓഫ് പ്രോഡക്ട്സ് വിൽ ബി ഗ്രേറ്റർ ദാൻ എനർജി ഓഫ് റിയാക്റ്റൻസ്. എൻഡോതെർമിക് റിയാക്ഷൻസിൽ. മനസ്സിലായോ? ഫൈൻ. ഈ ഹൈറ്റ് എന്താ? സെയിം. ഇവിടെ ഒരു മാറ്റമൊന്നുമില്ല. ദിസ് ഈസ് ബേസിക്കലി ദ ത്രഷോൾഡ് എനർജി ഇറ്റ്സെൽഫ്. ഈ ഒരു ഹൈറ്റ് എന്നുള്ളത് ത്രഷോൾഡ് എനർജിയാണ്. ഓക്കെ, ഈ ഒരു ഹൈറ്റ് എന്നുള്ളത് ത്രഷോൾഡ് എനർജി ET. പിന്നെ എന്താണ് മക്കളെ? ഈ ഒരു ഹൈറ്റ് എന്താണ്? വാട്ട് ഈസ് ദിസ് ഹൈറ്റ്?
ഈ ഒരു ഹൈറ്റ് എന്താണ്? കണ്ണും പൂട്ടി നിങ്ങൾക്ക് പറയാം ദിസ് ഈസ് EAF, ആക്ടിവേഷൻ എനർജി ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. ആക്ടിവേഷൻ എനർജി ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. ഈ ഒരു ഹൈറ്റ് എന്താണ് മക്കളെ? ഈ ഒരു ഹൈറ്റ് എന്താണ്? ഈ ഒരു ഹൈറ്റ് എന്താണ് മക്കളെ? ഈ ഒരു ഹൈറ്റ് എന്താണ് മക്കളെ? ആ ഒരു ഹൈറ്റ് എന്താണ് മക്കളെ? This height is activation energy of backward reaction. Activation energy of backward reaction. Dandanadan. ഇനി നമുക്ക് നോക്കാം. What is delta H? Delta H എന്തായിരിക്കും? Delta H is nothing but this height. അല്ലേ? Delta H is basically, the magnitude of delta H is basically this height. അല്ലേ? പക്ഷെ ഇവിടെ EP is already greater than ER. അപ്പോൾ ഡെൽറ്റ എച്ചും മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ എച്ചും രണ്ടും ആസ് ഇൻ ഇസ് ദ സെയിം. ഡെൽറ്റ എച്ച് ഇസ് പോസിറ്റീവ് ഓവർ ഹിയർ. ഇത് എൻഡോതെർമിക് ആണ്. EP is greater than ER. ഡെൽറ്റ എച്ചിന് ഒറ്റൊരു ഫോർമുലേ ഉള്ളൂ, EP മൈനസ് ER. മനസ്സിലായോ? which can also be written as EAF, activation energy of forward reaction minus activation energy of backward reaction. And this will be greater than 0. കാര്യം എന്താ? This is an endothermic reaction. ഡണ്ടനാടൻ. മനസ്സിലായോ? അപ്പോൾ ഒറ്റൊരു വ്യത്യാസമേ ഉള്ളൂ നേരത്തെ ഗ്രാഫും ഈ ഗ്രാഫും തമ്മിൽ. നേരത്തെ ഗ്രാഫിൽ എനർജി ഓഫ് പ്രോഡക്ട്സ് ഇസ് ലെസർ ദാൻ എനർജി ഓഫ് റിയാക്ടൻസ്. ദാറ്റ് ഈസ് വൈ ഡെൽറ്റ എച്ച് വിൽ ബി നെഗറ്റീവ്. ഡെൽറ്റ എച്ച് എപ്പോഴും EP മൈനസ് ER ആയിരിക്കും. വെദർ ഇറ്റ്സ് എക്സോതെർമിക് ഓർ എൻഡോതെർമിക്, EP മൈനസ് ER ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ എച്ച് തിരിഞ്ഞെന്ന് വരും. ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ എച്ച് ER മൈനസ് EP ആണ്. കാര്യം എന്താ? ER ഗ്രേറ്റർ ആണ്, അതുകൊണ്ടാണ്. Got it? ER is greater over here. കാരണം മാഗ്നിറ്റ്യൂഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണമല്ലോ. പക്ഷെ ഡെൽറ്റ എച്ചിൻ്റെ ആക്ച്വൽ വാല്യൂ will always be EP minus ER. And over here it is negative, exothermic ആണ്. And in terms of activation energy, delta H is always equal to activation energy of forward reaction minus activation energy of backward reaction. മറക്കരുത് മക്കളെ, ഉറക്കത്തി വിളിച്ചാൽ പോലും പറയണം. ഓക്കെ? ഇനി നമ്മൾ എൻഡോതെർമിക് റിയാക്ഷൻ എടുക്കുമ്പോൾ ഡെൽറ്റ എച്ചിന്റെ ഫോർമുല ഇസ് ഓൾവേസ് EP മൈനസ് ER. ഓൾവേസ്. എക്സോതെർമിക്കിലായാലും എൻഡോതെർമിക്കിലായാലും EP മൈനസ് ER. ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 0. എന്തുകൊണ്ടാ? ഇവിടെ EP is greater than ER. And it is always in terms of activation energy EAF minus EAB. ഇവിടെ EAF is greater, EAB is lesser. പോസിറ്റീവ് ആണ് മക്കളെ. എവ്രിതിങ് is aligning. മറ്റേടത്ത് നോക്കുക, EAF was smaller, EAB was larger. അതുകൊണ്ടാണ് EAF minus EAB നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ട് കിട്ടുന്നത്. എവ്രിതിങ് മേക്കിംഗ് സെൻസ്. ഇത് എക്സോതെർമിക് ആണ്, മറ്റേത് എൻഡോതെർമിക് ആണ്. അല്ല? ഓക്കെ. അപ്പൊ ഇത് മറക്കരുത്. അപ്പൊ ത്രെഷോൾഡ് എനർജിയും ആക്ടിവേഷൻ എനർജിന്റെ വ്യത്യാസം എന്താണ്? ത്രെഷോൾഡ് എനർജി is the actual minimum energy required or should be possessed by reactants. Activation energy is the extra energy. അതായത് ഇനീഷ്യൽ എനർജി ഓഫ് റിയാക്ടൻസ് 10 വിചാരിക്കുക. ത്രെഷോൾഡ് എനർജി നമുക്ക് 100 വിചാരിക്കുക. ത്രെഷോൾഡ് എനർജി 100 ആണെങ്കിൽ ആക്ടിവേഷൻ എനർജി എത്രയായിരിക്കും? Activation energy of forward reaction, look at this. Activation energy of forward reaction is always ET minus ER. ഈ ഒരു ഹൈറ്റ് നോക്കുക. ത്രെഷോൾഡ് എനർജി ഇത്രയും. ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ET minus ER is equal to activation energy of forward reaction. Activation energy of backward reaction എന്താ? Activation energy of backward reaction എന്താ? ET minus EP. അതായത് ഇവിടെ നമ്മൾ 10 ആണ് ഇനീഷ്യൽ എനർജി ഓഫ് റിയാക്ടൻസ്. ത്രെഷോൾഡ് എനർജി 100 ആണെങ്കിൽ എത്ര എക്സ്ട്രാ എനർജി വേണം? 100 minus 10, 90, 90 എക്സ്ട്രാ വേണം. എന്തിന്? മിനിമം 90 എക്സ്ട്രാ വേണം. മിനിമം കേട്ടോ. ഇവിടെ കറക്റ്റായിട്ട് എത്ര എന്നല്ല, മിനിമം 90 വേണം എക്സ്ട്രാ. അതിന് മേളിലെത്തിയാലും കുഴപ്പമില്ല, പ്രോഡക്ട്സ് ഫോം ആയിക്കോളും. ഓക്കെ? അപ്പോൾ ഈ ഒരു ഫോർമുലയെ മറക്കരുത്. ആൻഡ് ദിസ് ഫോർമുല ഇസ് വാലിഡ് ഓവർ ദെയർ ഓൾസോ. മറ്റേടത്തും ഇത് വാലിഡ് ആണ് മക്കളെ. EAF എന്താ? EAF is equal to ET minus ER. And EAB is equal to ET minus EP.
threshold energy minus energy of products. മറക്കരുത് മക്കളെ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് അത് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കണത് ഒരു സ്ലൈഡിൻ്റെ രൂപത്തിൽ. ഓക്കെ, ദർ ഇസ് നത്തിങ് ഓവർ ഹിയർ. നമുക്കിനി factors affecting activation energy. Activation energy depends on what all factors. സാറേ എല്ലാ റിയാക്ഷനും ആക്ടിവേഷൻ എനർജി സെയിം ആയിരിക്കുമോ സാറേ? എല്ലാ റിയാക്ഷനും ആക്ടിവേഷൻ എനർജി സെയിം ആയിരിക്കുമോ സാറേ? നോക്കാലോ മക്കളെ. ഫസ്റ്റ് ഫാക്ടർ, ആദ്യത്തെ ഫാക്ടർ on which activation energy depends on. For different reactants, number of bonds and bond energies are different. Therefore, activation energy will also be different. ഞാൻ പറഞ്ഞില്ലേ, ഒരു റിയാക്ഷൻ നടക്കാനായിട്ട് പഴയ ബോണ്ടുകൾ പൊട്ടിക്കണം. ആ പഴയ ബോണ്ടുകൾ പൊട്ടിക്കാനായിട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റിയാക്ടൻറ്റ്. ചിലപ്പോൾ A2ഉം B2ഉം തമ്മിലുള്ള റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജി ആയിരിക്കില്ല C2ഉം D2ഉം തമ്മിലുള്ള റിയാക്ഷന്. ചിലപ്പോൾ എയും തമ്മിലുള്ള ബോണ്ട്, എ ബോണ്ട് ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടുമായിരിക്കും. ആക്ടിവേഷൻ എനർജി അത്രയ്ക്ക് വരില്ല. പതിയെ ഒന്ന് മുട്ടിയാൽ തട്ടും പൊട്ടും. പക്ഷെ C2ഉം D2ഉം തമ്മിൽ അതാവണമെന്നില്ല. സോ ആക്ടിവേഷൻ എനർജി, ആ കുന്നിൻ്റെ ഹൈറ്റ് കൂടുന്തോറും ആക്ടിവേഷൻ എനർജി കൂടിയെന്നാണ്. അതായത് നിങ്ങൾ ഭയങ്കര ഫോഴ്സിൽ ഇടിച്ചാലേ ചിലപ്പോൾ റിയാക്ഷൻ നടക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ C2ൻ്റെ ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആണെന്ന് വിചാരിക്കുക. C2ൻ്റെ ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ ആക്ടിവേഷൻ എനർജി അതേപോലെ കൂടും. കാര്യം അത്രയും ഫോഴ്സിൽ ഇടിച്ചാലേ നടക്കുള്ളൂ വല്ലതും. ഓക്കെ, നെക്സ്റ്റ്, റിയാക്ഷൻസ് വിച്ച് ഹാസ് ലെസ് ആക്ടിവേഷൻ എനർജി ടേക്സ് പ്ലേസ് അറ്റ് ഫാസ്റ്റർ റേറ്റ്. അല്ലേ? അതായത് നിങ്ങളൊരു കാറ് കൊടുത്ത് ഒരു കുന്ന് കയറാൻ പോവുകയാണെങ്കിൽ കുന്നിൻ്റെ ഹൈറ്റ് ചെറുതാണെങ്കിൽ പെട്ടെന്ന് എത്തും. കുന്നിൻ്റെ ഹൈറ്റ് വലുതാണെങ്കിലോ സമയമെടുക്കും. അല്ലേ? അതേപോലെ തന്നെ ആക്ടിവേഷൻ എനർജി കൂടുന്തോറും റിയാക്ഷൻ്റെ സ്പീഡ് കുറയും. ആക്ടിവേഷൻ എനർജി കുറയും തോറും റിയാക്ഷൻ്റെ സ്പീഡ് കൂടും. സിമ്പിൾ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആക്ടിവേഷൻ എനർജി. ഓക്കെ, നെക്സ്റ്റ്, പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. Catalyst provides an alternative path of reaction mechanism for the reaction. അതായത് ഒരു ഓൾട്ടർനേറ്റ് പാത്ത് കൊടുക്കും റിയാക്ഷന്. ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആയിരിക്കും. അതായത് നിങ്ങൾ സ്കൂളിൽ പോകാനായിട്ട് 2-3 വഴിയുണ്ടെന്ന് വിചാരിക്കാം. സ്കൂളിൽ എക്സാം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ചെറിയ വഴി കൂടെ പോകും പെട്ടെന്ന് എത്താനായിട്ട്. പക്ഷെ നിങ്ങളുടെ ഇനീഷ്യൽ പോയിന്റ് എവിടെയാണ്? വീട്. ഫൈനൽ പോയിന്റ് സ്കൂള്. നേരെ മറിച്ച് നല്ലൊരു ദിവസമാണ്, സ്കൂളിൽ മറ്റേ എക്സ്ട്രാ കരിക്കുലർ ഒക്കെ നടക്കുന്ന ഒരു ദിവസമാണെങ്കിൽ നിങ്ങൾ ചില്ലായിട്ട്, അതായത് നല്ല പാട്ടും പാടി ഏറ്റവും വലിയ വഴി കൂടെ മറ്റേ മരങ്ങളും കാറുകളും എല്ലാം കണ്ട് പതിയെ എത്തും. അപ്പോഴും ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആണേ മക്കളെ. യെസ് ഓ നോ? ഇപ്പൊ കാറ്റലിസ്റ്റ് എന്താണ് ചെയ്യാന്ന് വെച്ചാൽ, ഇൻ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് ത്രെഷോൾഡ് എനർജി ഡിക്രീസസ്. ആ കുന്നിന്റെ വലിപ്പം കുറയും. ആക്ടിവേഷൻ എനർജി ഡിക്രീസസ്. ആ കുന്നിന്റെ വലിപ്പം കുറയുമ്പോൾ ആക്ടിവേഷൻ എനർജിയും കുറയുന്നു. ആൻഡ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ്. ആക്ടിവേഷൻ എനർജി കുറയുമ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ്. സ്വാഭാവികം. നെക്സ്റ്റ്, ഇൻ പ്രസൻസ് ഓഫ് നെഗറ്റീവ് കാറ്റലിസ്റ്റ്. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു നോർമൽ കാറ്റലിസ്റ്റിനെ കുറിച്ചാണ്. സ്പീഡ് ഇൻക്രീസ് ചെയ്യാനുള്ള കാറ്റലിസ്റ്റ്. സ്പീഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ആക്ടിവേഷൻ എനർജി കുറയ്ക്കും. നേരെ മറിച്ച് ചില റിയാക്ഷൻ നമ്മൾ സ്പീഡ് ഡിക്രീസ് ചെയ്യാൻ നോക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആക്ടിവേഷൻ എനർജി കൂട്ടണം. ആക്ടിവേഷൻ എനർജി കൂട്ടാനായിട്ട് വി യൂസ് എ നെഗറ്റീവ് കാറ്റലിസ്റ്റ് വിച്ച് ഇസ് ഓൾസോ കോൾഡ് ആസ് എൻ ഇൻഹിബിറ്റർ. അവിടെ ത്രെഷോൾഡ് എനർജി ഇൻക്രീസസ് മക്കളെ. ത്രെഷോൾഡ് എനർജി ഇൻക്രീസസ്, ആക്ടിവേഷൻ എനർജി ഇൻക്രീസസ്, റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിക്രീസസ്. ഞാൻ കാണിച്ചു തരാം, ഗ്രാഫിക്കലി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. നിങ്ങൾ നോക്കുക, ദിസ് ഇസ് എനർജി ഓഫ് റിയാക്ടൻസ്. ഓക്കെ, ഈ നടുക്ക് കാണുന്ന ഗ്രാഫാണ് ദ ഗ്രാഫ് റെപ്രസെന്റിങ് ആബ്സെൻസ് ഓഫ് കാറ്റലിസ്റ്റ്. സെയിം ഗ്രാഫാണ് മക്കളെ. എനർജി ഇൻ ദ വൈ ആക്സിസ്, പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ കോർഡിനേറ്റ് ഓൺ ദി എക്സ് ആക്സിസ്. ഈ ഒരു ഗ്രാഫ് കാണില്ലേ നിങ്ങൾ? ഈ ഒരു ഗ്രാഫാണ് നോർമൽ ഗ്രാഫ്. ഓക്കെ, ഇത് എനർജി ഓഫ് റിയാക്ടൻസ്, ഇത് എനർജി ഓഫ് പ്രോഡക്ട്സ്. ഗോട്ട് ഇറ്റ്? ഇനി നമ്മളൊരു കാറ്റലിസ്റ്റ് ആഡ് ചെയ്യണം, ഒരു പ്രോപ്പർ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനുള്ള കാറ്റലിസ്റ്റ്. അപ്പം എന്താണ്? റൂട്ട് മാറി. ഞാൻ പറഞ്ഞില്ലേ, എക്സാം ഉണ്ട് നിങ്ങൾക്ക്. എക്സാം ഉണ്ടെങ്കിൽ ഓടിപ്പോണം നിങ്ങൾ. പെട്ടെന്ന് ഷോർട്ട് കട്ട് എടുക്കണം. ആ ബേക്കറി വഴി വളഞ്ഞ് ജംഗ്ഷൻ വഴി കട്ട് ചെയ്ത് കയറി സ്കൂളിലെത്തണം, പെട്ടെന്ന് എത്തണം.
അല്ലേ? അതിനായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആണ്. പക്ഷേ നോക്കുക, ത്രെഷോൾഡ് എനർജി കുറഞ്ഞു, ഈ കുന്നിൻ്റെ ഹൈറ്റ് കുറഞ്ഞു. പുതിയ ആക്ടിവേഷൻ എനർജി ഇതാണ്. നേരത്തെ ആക്ടിവേഷൻ എനർജി ഇത്രയും ഉണ്ടായിരുന്നു, പുതിയ ആക്ടിവേഷൻ എനർജി കുറഞ്ഞു. പക്ഷെ ഫൈനൽ പോയിന്റ് സെയിം ആണ്. എനർജി ഓഫ് റിയാക്ടൻസ് ആൻഡ് എനർജി ഓഫ് പ്രോഡക്ട്സ് ഇസ് ദ സെയിം. നിങ്ങൾ ത്രെഷോൾഡ് എനർജി നോക്കുക. ഇനീഷ്യലി ത്രെഷോൾഡ് എനർജി ഇത്രയുണ്ട്, കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ത്രെഷോൾഡ് എനർജിയുടെ വാല്യൂ കുറഞ്ഞു അല്ലേ? കാറ്റലിസ്റ്റ് ആഡ് ചെയ്തപ്പോൾ ത്രെഷോൾഡ് എനർജിയുടെ വാല്യൂ കുറഞ്ഞു. ഇനി ഇൻഹിബിറ്റർ ആഡ് ചെയ്യാണ്. ഞാൻ പറഞ്ഞില്ലേ മറ്റേ സ്കൂളിൽ വലിയ പരിപാടി ഒന്നും നിങ്ങൾക്ക് പതുക്കെ എത്തിയാൽ മതി. അപ്പം എന്ത് ചെയ്യും? ഇത് നേരെ ചാടും, കുന്നിൻ്റെ ഹൈറ്റ് നേരെ കൂടും മക്കളെ. ഇൻഹിബിറ്റർ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ട ത്രെഷോൾഡ് എനർജി നേരെ ചാടി, ത്രെഷോൾഡ് എനർജി ഇത്രയും വരും. നോർമലി ത്രെഷോൾഡ് എനർജി ഇത്രയേ ഉള്ളൂ, ഇവിടെ നിന്ന് ഇത്രയും. കാറ്റലിസ്റ്റ്, പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ, നോർമൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനുള്ള കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ത്രെഷോൾഡ് എനർജി ഇത്രേ വരുന്നുള്ളൂ. അപ്പോൾ ബേസിക്കലി നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, എനർജി ഓഫ് പ്രോഡക്ട്സും എനർജി ഓഫ് റിയാക്ടൻസും മാറുന്നില്ല. അതായത് നിങ്ങൾ വലിയൊരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഡെൽറ്റ H is nothing but EP minus ER. Does not depend on catalyst. Doesn't depend on catalyst. അതും ഞാനൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ഇവിടെ പറയാണ്. കാര്യം നിങ്ങൾ നോക്കുമ്പോൾ പ്രോഡക്ട്സിന്റെ എനർജിയും റിയാക്ടന്റ് എനർജിയും മാറുന്നില്ല മക്കളെ. അത് നിങ്ങൾ കാറ്റലിസ്റ്റ് ഇൻഹിബിറ്റർ ആഡ് ചെയ്താലും നോർമൽ കാറ്റലിസ്റ്റ് ആഡ് ചെയ്താലും ദിസ് ഫൈനൽ പോയിന്റ് ആൻഡ് ഇനീഷ്യൽ പോയിന്റ് ഇസ് നോട്ട് ചേഞ്ചിങ്. അപ്പോൾ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ ഒന്നും മാറുമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പോണ വഴി മാറും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്കൂളും വീടും അത്രേ ഉള്ളൂ. അത് നിങ്ങൾ ഏത് വഴി പോയാലും അത് തന്നെയാണ്. ചിലപ്പോൾ ഒന്ന് പെട്ടെന്ന് എത്തും, ചിലപ്പോൾ ലേറ്റ് ആയിട്ട് എത്തും. പക്ഷെ ഡെസ്റ്റിനേഷനും ഇനീഷ്യൽ പോയിന്റും സെയിം ആണ്. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ് വെൻ യു യൂസ് എ കാറ്റലിസ്റ്റ്. മനസ്സിലായോ? കൂൾ. ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ് മക്കളെ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ച് ഫാക്ടേഴ്സ് എങ്കിലും നിങ്ങൾക്ക് ലോജിക്കലി ചിന്തിച്ചാൽ മനസ്സിലാവും. സാറേ കോൺസെൻട്രേഷൻ, ഓബ്വിയസ്ലി കോൺസെൻട്രേഷൻ കൂട്ടുമ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടും സാറേ. പക്ഷെ വേറെന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? വേറെന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എഫക്ട് ചെയ്തുകൊണ്ട്? നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ is nature of reactant. Factors affecting rate of reaction. Nature of reactant വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെ അഫക്റ്റ് ആവും സാറേ? ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് റിയാക്ടന്റ്. അതായത് നമ്മളിപ്പോൾ ഒരു റിയാക്ഷൻ എടുത്തു, A2 in solid state plus B2 in solid state, A2 in liquid state plus B2 in liquid state, A2 in gaseous state plus B2 in gaseous state. Obviously, gas reactions will be faster than liquid reactions, which will be faster than solid reactions. എന്തുകൊണ്ടാണ്? കൊളീഷൻ തിയറി തന്നെ പറഞ്ഞിട്ടുണ്ട്, റിയാക്ഷൻ നടക്കാനായിട്ട് കൊളീഷൻസ് സംഭവിക്കണം. ഈ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ നഴ്സറി പഠിക്കുന്ന പിള്ളേരെ പോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയെടുക്കും ഭയങ്കര സ്പീഡിൽ. അവർക്ക് ഭയങ്കര എനർജി ആയിരിക്കും. അവരുടെ കൊളീഷൻസ് കൂടുതലായിരിക്കും, അവരുടെ എഫക്റ്റീവ് കൊളീഷൻസും കൂടുതലായിരിക്കും. ഓക്കെ മക്കളെ? അതായത് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ഇൻക്രീസിങ് ഓർഡർ ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ സോളിഡ് ലെസ് ദാൻ ലിക്വിഡ് ലെസ് ദാൻ ഗ്യാസ്. പിന്നെ intermolecular attractive forces decreases, which provides more freedom for collisions. As you go from നമ്മൾ സോളിഡിൽ നിന്ന് ഗ്യാസിലേക്ക് പോകുമ്പോൾ intermolecular force of attraction കുറവായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നഴ്സറി പഠിക്കുന്ന പിള്ളേരെ പോലെയാണ്. അവർക്ക് കൺട്രോൾ അധികം ഉണ്ടാവില്ല. അവർക്ക് മൂവ്മെൻറ്റ് ഭയങ്കര ഫ്രീ ആയിരിക്കും. മൂവ്മെൻറ്റ് ഭയങ്കര ഫ്രീ ആകുമ്പോൾ അവരുടെ കൊളീഷൻസ് ഭയങ്കര പെട്ടെന്ന് നടക്കുകയും ചെയ്യും, ഭയങ്കര എനർജിയിൽ നടക്കുകയും ചെയ്യും. സോളിഡ്സിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് കൂടുതലാണ്, അവർക്ക് അനങ്ങാൻ പറ്റില്ല അധികം. ഗ്യാസസിൽ കുറവാണ്, അവരുടെ അനക്കം ഭയങ്കര കൂടുതലായിരിക്കും. ഗോട്ട് ഇറ്റ്? അനക്കം എന്ന് ഉദ്ദേശിക്കണം അവരുടെ എനർജി ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, ഫിസിക്കൽ സൈസ് ഓഫ് പാർട്ടിക്കിൾസ്.
ഇവിടെ നമ്മൾ ഇഫ് റിയാക്റ്റൻ്റ് സോളിഡ് എന്നുള്ളത് അസ്യൂം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇഫ് റിയാക്റ്റൻസ് ആർ സോളിഡ് നിങ്ങൾ വിചാരിക്കുക എൻ്റെ ഇപ്പോൾ ഒരു റിയാക്റ്റൻ്റ് ഉണ്ട് എ, അത് ഈ ഒരു ക്യൂബായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക, ഒരു വലിയൊരു കട്ട ക്യൂബ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് റിയാക്ടിങ് വിത്ത് ബി എന്നുള്ളത് ഗ്രീൻ ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു കട്ടയുടെ only the surface is exposed, right? ഈ ഒരു സർഫസ് പാർട്ടിക്കിൾസ് മാത്രമേ ഗ്രീൻ ആയിട്ട് റിയാക്ട് ചെയ്യുള്ളൂ. അതേ ക്യൂബ് ഞാൻ പൊട്ടിച്ച് 8 ചെറിയ ക്യൂബാക്കുകയാണെങ്കിൽ, ക്രഷ് ചെയ്ത ചെറിയ 8 ക്യൂബാക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ സർഫസസ് കിട്ടും. സർഫസ് ഏരിയ ഇസ് ഇൻക്രീസിങ് അല്ലേ? അതായത് ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ആകെ ആ പുറത്തുള്ള ഇത് മാത്രമേ കിട്ടുള്ളൂ. അകത്തുള്ള പാർട്ടിക്കിൾസ് ആർ നോട്ട് എക്സ്പോസ്ഡ്. അത് റിയാക്ട് ചെയ്യുന്നില്ല, അത് അകത്ത് തന്നെ ഇരിക്കുകയാണ്. നേരെ മറിച്ച് പൊട്ടിക്കുമ്പോൾ അതും എക്സ്പോസ്ഡ് ആവും, നമുക്ക് കൂടുതൽ സർഫസ് ഏരിയ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കണ്ടു കാണും ചില റിയാക്ഷനിൽ, ഫോർ എക്സാമ്പിൾ പൗഡേർഡ് അയൺ അല്ലെങ്കിൽ പൗഡേർഡ് നിക്കൽ ഇസ് യൂസ് ഫോർ റിയാക്ഷൻ. എന്തുകൊണ്ടാണ് ഈ പൗഡർ ചെയ്യുന്നത്? കാര്യം പൗഡർ ചെയ്യുമ്പോൾ കൂടുതൽ സർഫസ് ഏരിയ കിട്ടും, കൂടുതൽ റിയാക്ഷൻ റേറ്റ് കൂടും. നേരെ മറിച്ച് ഒരു കട്ട ബ്ലോക്ക് ഓഫ് അയണിനെ നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു 4 ചിലപ്പോൾ ഒരു സർഫസ് കിട്ടും. നമ്മൾ അത് തന്നെ പൗഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ സർഫസ് ഉള്ളിൽ നിന്ന് കിട്ടും. അല്ല, ഞാൻ വെറുതെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഞാൻ ഈ ഫോൺ എടുക്കുകയാണ്. ഓക്കെ, ഇതിനിപ്പോൾ ഇത്രയും സർഫസ് ഉണ്ട്, ഇവിടെ ഒരെണ്ണം. ഞാൻ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നടുക്ക് 2 സർഫസും കൂടി കിട്ടും. ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നടുക്ക് 2 സർഫസും കൂടി കിട്ടും. അല്ല, ഞാനിത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നടുക്കത്തെ ഇപ്പുറത്തെ സർഫസും കിട്ടും. സോ ദ മോർ യു പൗഡർ ദ മോർ ബെറ്റർ ഇറ്റ് ഇസ്. അതുകൊണ്ടാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫിസിക്കൽ സൈസ്. സൈസ് കൂടുന്തോറും ബേസിക്കലി എന്താ സംഭവിക്കണം? ഒരു വലിയ കട്ട എടുക്കുകയാണ്. ഓക്കെ, അതിൻ്റെ സൈസ് നിങ്ങൾ അങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ റിയാക്ഷൻ റേറ്റ് കുറവായിരിക്കും. അതേ കട്ട തന്നെ നമ്മൾ പൊടിക്കുകയാണെങ്കിൽ സർഫസ് ഏരിയ കൂടുമ്പോൾ റിയാക്ഷൻ റേറ്റ് കൂടും. കാര്യം എന്താ? സർഫസ് ഏരിയ കൂടുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മോളിക്യൂൾസ് എക്സ്പോസ് ആവുകയാണ് റിയാക്ഷന് വേണ്ടി. മനസ്സിലായോ? ഇപ്പോൾ ഒരു ക്രീം ബിസ്ക്കറ്റ് എടുക്കുകയാണ്. ഒരു ക്രീം ബിസ്ക്കറ്റിൻ്റെ നിങ്ങൾ ടോപ്പ് ലെയറും ബോട്ടം ലെയറും ഉണ്ട്. പക്ഷെ ആ ക്രീം കഴിക്കാനായിട്ട് നിങ്ങൾ പൊട്ടിക്കണ്ടേ? എന്നാലല്ലേ മറ്റേ 2 സർഫസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ല, ക്രീമുള്ള സർഫസ്. അതേപോലെ തന്നെ. സോ ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ്, കെമിക്കൽ നേച്ചർ ഓഫ് റിയാക്ടൻറ്റ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഫോർ ഡിഫറെൻറ്റ് റിയാക്ടിങ് സ്പീഷീസ് നമ്പർ ഓഫ് ബോണ്ട്സ് ബ്രോക്കൺ ആൻഡ് ദെയർ ബോണ്ട് എനർജീസ് ആർ ഡിഫറെൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ കാണിച്ചില്ലേ, A2ഉം B2ഉം റിയാക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് പെട്ടെന്ന് കിടക്കും. കാരണം A2യുടെ ബോണ്ടും B2യുടെ ബോണ്ടും ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടും. അതേപോലെ തന്നെ ആവണമെന്നില്ല വേറെ 2 റിയാക്ടൻസ് റിയാക്ട് ചെയ്യുമ്പോൾ. സോ ഡിപ്പെൻഡ്സ് ഓൺ ബോണ്ട് എനർജീസ്. ദെയർഫോർ റിക്വയർമെൻറ്റ് ഓഫ് ആക്ടിവേഷൻ എനർജി ഈസ് ഓൾസോ ഡിഫറെൻറ്റ്. റിയാക്ഷൻസ് മാറുന്തോറും ആക്ടിവേഷൻ എനർജിയും മാറും. ആക്ടിവേഷൻ എനർജി ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ് ഫോർ എവറി റിയാക്ഷൻ. അത് മാറിക്കൊണ്ടേയിരിക്കും. ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഏതൊക്കെ റിയാക്റ്റൻ്റ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, എത്ര സ്ട്രെങ്ത് ഉണ്ട് ആ ബോൺസിന്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഓൾ ദീസ് ഫാക്ടേഴ്സ്. മനസ്സിലായോ? നെക്സ്റ്റ്, നൗ റിയാക്ഷൻസ് ഹാവിംഗ് ലെസ് വാല്യൂ ഓഫ് ആക്ടിവേഷൻ എനർജി വിൽ ടേക്ക് പ്ലേസ് അറ്റ് ഫാസ്റ്റർ റേറ്റ്. ഓബ്വിയസ്ലി, ഞാൻ പറഞ്ഞില്ലേ, കുന്ന് കയറാനായിട്ട് കുന്ന് വലുതാണെങ്കിൽ ടൈം എടുക്കും, കുന്ന് ചെറുതാണെങ്കിൽ ടൈം എടുക്കില്ല. ആക്ടിവേഷൻ എനർജി കൂടുന്തോറും റേറ്റ് ഓഫ് ദ റിയാക്ഷൻ കുറയുന്നു. ആക്ടിവേഷൻ എനർജി കുറയും തോറും റേറ്റ് ഓഫ് ദ റിയാക്ഷൻ കൂടുന്നു. മനസ്സിലായോ? ഇത് നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ്സ് വിൽ ബി വെരി മച്ച് ലിങ്ക്ഡ് ടു ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സ്. ഓക്കെ, എസ്പെഷ്യലി ആൽക്കൈൽ ഹാലൈഡ്സ്, അറൈൽ ഹാലൈഡ്സിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിലൊക്കെ ഇതേ കോൺസെപ്റ്റ് തന്നെ അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫാക്ടർ അഫക്റ്റിംഗ് ഇസ് കോൺസെൻട്രേഷൻ. നമ്മളൊരു കണ്ടെയ്നറിൽ 10 എയും 10 ബിയും ഇട്ടു, വേറൊരു കണ്ടെയ്നറിൽ 100 എയും 100 ബിയും ഇട്ടു. എവിടെയായിരിക്കും കൂടുതൽ റിയാക്ഷൻ? മറ്റേടത്ത്. കാര്യം അവിടെ കൂടുതൽ കൊളീഷൻസ് നടക്കാനുള്ള സാധ്യതയുണ്ട്. ദ മോർ യു ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ദ ഫാസ്റ്റർ ദ റിയാക്ഷൻ ഇസ്. കോൺസെൻട്രേഷൻ കൂട്ടുന്തോറും റിയാക്ഷൻ്റെ സ്പീഡ് കൂടും.
So less concentration is equal to less collisions, more concentration is equal to more collisions. In a general way ഞാൻ പറയുകയാണ്, okay, rate of the reaction is directly proportional to concentration of reactant. ഒരു general ഇതാണ്. Okay, rate of the reaction is directly proportional to concentration of reactant. മനസ്സിലായോ? Got it? Next, pressure. ഈ pressure factor ആയിട്ട് വരുന്നത് is only for gaseous reactions. അതായത് നിങ്ങൾ ഈ ഒരു കണ്ടെയ്നർ, 2 കണ്ടെയ്നർ ശ്രദ്ധിക്കുക. ഇവിടെ the pressure is lesser. ഇവിടെ നമ്മൾ ഒരു വെയിറ്റ് ആഡ് ചെയ്ത് പ്രഷർ കൂട്ടുന്നു. പ്രഷർ കൂട്ടുമ്പോൾ you can see that chances of the reactant molecules colliding is more. reactant molecules എല്ലാം അടുത്തേക്ക് വരും പ്രഷർ കൂട്ടുമ്പോൾ. പ്രഷർ കൂട്ടുമ്പോൾ എല്ലാവരും അടുത്തോട്ട് വരും, എന്നിട്ട് അവർ തമ്മിൽ ഇടിക്കാൻ തുടങ്ങും, കൂടുതൽ ഇടി നടക്കും, അല്ല കൂടുതൽ കൊളീഷൻസ് നടക്കും. സോ അണ്ടർസ്റ്റാൻഡ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ് ഓൺ ഇൻക്രീസിങ് പ്രഷർ ബിക്കോസ് നമ്പർ ഓഫ് ഇഫക്റ്റീവ് കൊളീഷൻസ് ഇൻക്രീസ്. കാര്യം എന്താ? മോളിക്യൂൾസ് ആർ കമ്മിങ് ക്ലോസർ. അപ്പം ഇത് ഗേഷ്യസ് റിയാക്ഷൻസിന് മാത്രമുള്ളതാണ്. കാര്യം ലിക്വിഡ്സും സോളിഡ്സും ജനറലി പ്രഷർ അപ്ലൈ ചെയ്താൽ അത്രയ്ക്ക് കംപ്രഷൻ വരില്ല. സോളിഡ്സ് ഇറ്റ് ഈസ് നെഗ്ലിജിബിൾ, ലിക്വിഡ്സിനും അത്രയ്ക്ക് കംപ്രഷൻ വരില്ല. ഗ്യാസസിനാണ് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അത്രയ്ക്ക് കംപ്രഷൻ വരുന്നത് അല്ലെങ്കിൽ എക്സ്പാൻഷൻ വരുന്നത്. ഓക്കെ, പ്രഷർ കൊടുക്കുമ്പോൾ കംപ്രഷൻ വരും, പ്രഷർ റിലീസ് ചെയ്യുമ്പോൾ എക്സ്പാൻഷൻ വരും. പ്രഷർ കൊടുക്കുമ്പോൾ ഈ മോളിക്യൂൾസ് എല്ലാം അടുത്തേക്ക് വരും, റിയാക്ഷൻ നടക്കാനുള്ള സാധ്യത കൂടും. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ്, കാറ്റലിസ്റ്റിൻ്റെ കാര്യം നമുക്കറിയാം ഓൾറെഡി. പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആണെങ്കിൽ റേറ്റ് ഇൻക്രീസ് ആവും, നെഗറ്റീവ് കാറ്റലിസ്റ്റ് ആണെങ്കിൽ റേറ്റ് ഡിക്രീസ് ആവും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ചേഞ്ച് ഇൻ ആക്ടിവേഷൻ എനർജി. നെഗറ്റീവ് കാറ്റലിസ്റ്റ് ആണെങ്കിൽ ലുക്ക് അറ്റ് ദിസ്, ഇതാണ് ഇനീഷ്യൽ ആക്ടിവേഷൻ എനർജി, ഇതാണ് ഇനീഷ്യൽ ആക്ടിവേഷൻ എനർജി. നെഗറ്റീവ് കാറ്റലിസ്റ്റ് ആണെങ്കിൽ ഈ ആക്ടിവേഷൻ എനർജി കൂടും. പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആണെങ്കിൽ ഈ ആക്ടിവേഷൻ എനർജി കുറയും. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി കണ്ടു മക്കളെ. അണ്ടർസ്റ്റാൻഡ് എനർജി ഓഫ് റിയാക്ടൻസ് ആൻഡ് എനർജി ഓഫ് പ്രോഡക്ട്സ് ഇസ് നോട്ട് ചേഞ്ചിങ്. ഈ 2 കേസിലും എനർജി ഓഫ് റിയാക്ടൻസും എനർജി ഓഫ് പ്രോഡക്ട്സും ചേഞ്ച് ആകുന്നില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, സാർ ഇത് എപ്പോഴും ഈ എനർജി ഓഫ് പ്രോഡക്ട്സ് ലെസ് ആവണമെന്നുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ജനറൽ ഗ്രാഫ്, ഇതൊരു എക്സോതേർമിക്കിൻ്റെ ഗ്രാഫ്. എൻഡോതേർമിക്കിൻ്റെ ഗ്രാഫിലും സെയിം ലോജിക്ക് തന്നെയാണ്. ഓക്കെ, ഓൺലി തിങ് ഇസ് ദാറ്റ് ഈ പ്രോഡക്ട്സിൻ്റെ എനർജി ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും സ്ലൈറ്റ്ലി ഹയർ, പക്ഷെ ലോജിക്ക് സെയിം തന്നെയായിരിക്കും. കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ ആക്ടിവേഷൻ എനർജി കുറയും, നെഗറ്റീവ് ആണെങ്കിൽ ആക്ടിവേഷൻ എനർജി കൂടും. ഓക്കെ മക്കളെ, ഫൈൻ. ഇനി നമുക്ക് ദ നെക്സ്റ്റ് ഫാക്ടറിലേക്ക് കയറാം, ടെമ്പറേച്ചർ. മക്കളെ, നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ നോർമലി നമുക്കറിയാം, നിങ്ങൾ പണ്ടേ തൊട്ട് അറിയായിരിക്കും, ചിലപ്പോൾ ചില റിയാക്ഷൻസിൻ്റെ സ്പീഡ് കൂട്ടാനായിട്ട് ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്താൽ മതി, റിയാക്ഷൻസ് നടക്കും. നിങ്ങൾക്ക് പണ്ടേ തൊട്ട് അറിയായിരിക്കും, ചിലപ്പോൾ ചില സബ്സ്റ്റൻസ് ഡിസോൾവ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒന്ന് ഹീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ റിയാക്ഷൻസ് ആ ഡിസൊല്യൂഷൻ പെട്ടെന്ന് നടക്കും. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ടെമ്പറേച്ചർ ഈസ് എ ബിഗ് ഫാക്ടർ. ടെമ്പറേച്ചർ വളരെ വലിയൊരു ഫാക്ടറാണ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ കൂട്ടാനും കുറയ്ക്കാനും. സോ എവ്രി വൺ ലുക്ക്, on increasing temperature, rate of reaction increases whether the reaction is exothermic or endothermic. അത് exothermic ആയിക്കോട്ടെ endothermic ആയിക്കോട്ടെ, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻക്രീസ് ആവും. എന്തുകൊണ്ടാണ്? മോളിക്യൂൾ ചാടാൻ തുടങ്ങും, മോളിക്യൂൾ എനർജി ഗെയിൻ ചെയ്യാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ മോളിക്യൂൾസ് ബിക്കം വെരി വെരി ആക്റ്റീവ്. ഇവിടെ കണ്ട നഴ്സറി പഠിക്കണമെന്നല്ല, മറ്റേ അതിനും താഴെയുള്ള പിള്ളേരെ പോലെയാണ് അവർ ബിഹേവ് ചെയ്യണത്. അവർ ഭയങ്കരമായിട്ട് ഓടിത്തുള്ളാൻ തുടങ്ങും. അങ്ങനെ ഓടിത്തുള്ളുമ്പോൾ കൊളീഷൻസ് കൂടും, അങ്ങനെ കൊളീഷൻസ് കൂടുമ്പോൾ റിയാക്ഷൻസിൻ്റെ റേറ്റ് കൂടും മക്കളെ. സോ വെൻ ടെമ്പറേച്ചർ increases, kinetic energy of molecules increases, number of activated molecules increases. Activated എന്ന് വെച്ചാൽ number of molecules that can cross the activation energy increases. Effective collisions increase ആവും. Thus the rate of the reaction increases. അതായത് ടെമ്പറേച്ചർ ചിലപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ ചിലപ്പോൾ ഒരു 1,00,000 കൊളീഷൻസ് ആയിരിക്കും ഇഫക്റ്റീവ് ആയിട്ടുള്ളത്. ടെമ്പറേച്ചർ നേരെ 50 ആക്കുമ്പോൾ ചിലപ്പോൾ കൂടും, ചിലപ്പോഴല്ല എന്തായാലും കൂടും നമ്പർ ഓഫ് ഇഫക്റ്റീവ് കൊളീഷൻസ്. കാര്യം എന്താണ്? അവരുടെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ?
കൈനറ്റിക് എനർജി ഇൻക്രീസ് ആകുമ്പോൾ ഇഫക്റ്റീവ് കൊളീഷൻസും കൂടും. മനസ്സിലായോ? ആ കുന്ന് കയറാൻ എളുപ്പവും അവിടെ കൊളീഷൻസ് ഭയങ്കര സ്പീഡിലായിരിക്കും നടക്കുന്നത്. മനസ്സിലായോ? സോ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് വെദർ ഇറ്റ്സ് എക്സോതെർമിക് റിയാക്ഷൻ ഓർ എൻഡോതെർമിക് റിയാക്ഷൻ, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻക്രീസ് ആവുന്നു. സോ എല്ലാവരും നോക്കുക, ജനറലി it is found that for every 10 degree Celsius rise in temperature, എല്ലാ 10 ഡിഗ്രി കൂട്ടുമ്പോഴും rate of the reaction becomes 2 to 3 times. ഇതൊരു എംപിരിക്കൽ ഡേറ്റയാണ്, ഒരു തിയറി ഇല്ല ഇതിന്. ഇതൊരു ബേസിക്കലി, അതായത് ആയിരക്കണക്കിന് എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തിട്ട് സയൻറ്റിസ്റ്റ് കൺക്ലൂഡ് ചെയ്തൊരു സംഭവമാണ്. അതായത് ഞാൻ 10 ഡിഗ്രി കൂട്ടുമ്പോൾ ഒരു റിയാക്ഷൻ്റെ എയും ബിയും തമ്മിലൊരു റിയാക്ഷൻ നടക്കുകയാണ്. അത് 20 ഡിഗ്രി സെൽഷ്യസിൽ ഒരു റേറ്റ് ആണെങ്കിൽ 30 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ അതിൻ്റെ റേറ്റ് 2 to 3 ടൈംസ് കൂടുന്നു. ഇതൊരു എക്സ്പെരിമെൻ്റൽ ഡേറ്റയാണ് മക്കളെ. ആ ഒരു ഡേറ്റ വെച്ചിട്ട് ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഡിഫൈൻ എ ടേം കോൾഡ് ആസ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് mu. Temperature coefficient mu is nothing but rate constant at t plus 10 divided by rate constant at t. Rate constant at t plus 10 divided by rate constant at t, which is equal to 2 to 3. അതായത് ഇത് എങ്ങനെ കിട്ടി മക്കളെ? വാട്ട് ഇസ് ദ ഐഡിയ ബിഹൈൻഡ് ദിസ്? നമുക്കറിയാം റേറ്റ് എപ്പോഴും നമുക്ക്, സപ്പോസ് there's a reaction A plus B giving you products എന്ന് പറഞ്ഞ റിയാക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, A plus B giving you products എന്നുള്ള റിയാക്ഷൻ എന്ന് വിചാരിക്കുക. നമ്മൾക്കറിയാം റേറ്റ് ഇസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A the whole raised to X ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B the whole raised to Y. ഓക്കെ അല്ലേ? ഇത് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യലി അറ്റ് ടെമ്പറേച്ചർ T റേറ്റ് നമ്മൾ RT എന്നിട്ടു, റേറ്റ് കോൺസ്റ്റന്റ് നമ്മൾ KT എന്നിട്ടു. അറ്റ് ടെമ്പറേച്ചർ T plus 10 എല്ലാവരും നോക്കുക, ആ ടെമ്പറേച്ചർ T plus 10 ഈ റേറ്റ് കോൺസ്റ്റന്റ് T plus 10 ആവും ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A the whole raised to X ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B the whole raised to Y. അല്ലേ? RT is equal to KT A raised to X B raised to Y. RT plus 10 ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റേറ്റ് മാറുന്നു. KT plus 10 into A raised to X into B raised to Y. കാര്യം എന്താ? കോൺസെൻട്രേഷൻ മാറുന്നില്ല, ഈ രണ്ട് വാല്യൂ മാറുന്നില്ല, A raised to X ഉം B raised to Y ഉം മാറുന്നില്ല, K മാത്രമേ മാറുന്നുള്ളൂ. K മാറുന്നത് കൊണ്ടാണ് റേറ്റ് മാറുന്നത്. സോ വാട്ട് ഇസ് RT plus 10? RT plus 10 divided by RT, that is nothing but KT plus 10 divided by KT. That is KT plus 10 divided by KT. അല്ലേ? ഒരു മിനിറ്റ് മക്കളെ. ഒന്നും കൂടി എഴുതാം മക്കളെ. ഒരു മിനിറ്റ് മക്കളെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഒന്നും കൂടി എഴുതാം മക്കളെ. we know that rate is equal to K A raised to X into B raised to Y. അല്ലേ? അപ്പോൾ റേറ്റ് അറ്റ് ടെമ്പറേച്ചർ T is equal to റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് ടെമ്പറേച്ചർ T into A raised to X into B raised to Y. കാര്യം എന്താ? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്താണ് അവിടെ മാറുന്നത്? റേറ്റ് മാറുന്നുണ്ട്, പക്ഷെ കോൺസെൻട്രേഷൻ മാറുന്നുണ്ടോ? ഇല്ല. അപ്പം എന്തോ മാറുന്നുണ്ട് ആ ഇക്വേഷനിൽ, അത് റേറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ റേറ്റ് കോൺസ്റ്റന്റ് ഇസ് ആക്ച്വലി ഡിപ്പെൻഡന്റ് ഓൺ ടെമ്പറേച്ചർ. അതിവിടെ നമുക്ക് മനസ്സിലായി. റേറ്റ് കോൺസ്റ്റന്റ് ഇസ് ഡിപ്പെൻഡന്റ് ഓൺ ടെമ്പറേച്ചർ. കോൺസെൻട്രേഷൻ മാറുന്നില്ല. നമുക്കറിയാം ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റേറ്റ് മാറുന്നുണ്ട്. റേറ്റ് മാറാനായിട്ട് കോൺസെൻട്രേഷൻ മാറുന്നില്ല. ഇവിടെ
ടെമ്പറേച്ചറാണ് കൂട്ടുന്നത്. അപ്പോൾ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ് മാറുന്നത്. അതൊരു എക്സ്ട്രാ ഇൻഫോർമേഷൻ ആണ്, നോട്ട് ചെയ്യണം. ഇനി നമ്മൾ RT+10 എടുക്കുകയാണ്. RT+10 എടുക്കുകയാണെങ്കിൽ KT+10, അപ്പോൾ റേറ്റ് കോൺസ്റ്റൻ്റ് മാറുന്നു. KT+10 ഇൻറ്റു A⁻x ഇൻറ്റു B⁻y, കോൺസെൻട്രേഷൻ മാറുന്നില്ല. ഇനി ഇത് രണ്ട് ഡിവൈഡ് ചെയ്യാണ്. RT+10 എത്രയാണ്? RT+10 ഡിവൈഡഡ് ബൈ RT ഈസ് ഈക്വൽ ടു KT+10 ഡിവൈഡഡ് ബൈ KT. KT+10 ഡിവൈഡഡ് ബൈ KT. സോ ബേസിക്കലി നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റേറ്റ് മാറുന്നു, റേറ്റ് കൂടുന്നു. എന്തുകൊണ്ട്? റേറ്റ് കോൺസ്റ്റന്റ് മാറുന്നു. റേറ്റ് കോൺസ്റ്റന്റ് ആണ് അവിടെ മാറുന്നത്, കോൺസെൻട്രേഷൻ മാറുന്നില്ല. അതുകൊണ്ടാണ് ഈ മ്യൂ എന്നുള്ളത്. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ബിക്കംസ് 2 to 3 times. So this RT+10 divided by RT is actually equal to mu, which is equal to 2 to 3. ഈ ഒരു വാല്യൂടെ ഇടയിൽ വരും. That is equal to KT+10 by KT. അത്രേ ഉള്ളൂ. മനസ്സിലായോ? So mu is equal to KT+10 by KT, which is equal to 2 to 3. Got it? ഇനി ഞാൻ വെറുതെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ളൊരു ഇക്വേഷൻ തരാം. R2 by R1 is equal to K2 by K1 is equal to mu delta T by 10. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാർ ഇതെന്താണ്? ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് എല്ലാവരും നോക്കുക, എനിക്ക് റേറ്റ് അറ്റ് 50 degree Celsius തന്നിട്ടുണ്ട്. ഓക്കെ, റേറ്റ് അറ്റ് 20 degree Celsius തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റേറ്റ് 50 by റേറ്റ് 20 എത്രയാണ് മക്കളെ? റേറ്റ് 50 by റേറ്റ് 20 എത്രയാണ് മക്കളെ? എല്ലാവരും നോക്കുക. റേറ്റ് 50 degree by റേറ്റ് 20 degree Celsius. അതായത് റേറ്റ് 50 by റേറ്റ് 20 is equal to K50 by K20 അല്ലേ? കാര്യം ടെമ്പറേച്ചർ മാറുമ്പോൾ കോൺസെൻട്രേഷൻ സെയിം ആയിരിക്കും. അപ്പോൾ റേഷ്യോ ഓഫ് റേറ്റ്സ് വിൽ ബി ഈക്വൽ ടു റേഷ്യോ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. അത് തന്നെയാണ് നമ്മളിവിടെ കണ്ടത്. ടെമ്പറേച്ചർ മാറുമ്പോൾ റേറ്റ് കോൺസ്റ്റന്റേ മാറുന്നുള്ളൂ. സോ റേഷ്യോ ഓഫ് റേറ്റ്സ് വിൽ ബി ഈക്വൽ ടു റേഷ്യോ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. ദാറ്റ് ഇസ് ഈക്വൽ ടു mu raised to delta t. Delta t ഇവിടെ എത്രയാ? 50 minus 20. 50 minus 20 is 30 divided by 10. That is equal to mu raised to 3. സാറേ ഇത് എന്താണ്? ഇത് മനസ്സിലായില്ലല്ലോ സാറേ. വളരെ സിമ്പിളാണ് മക്കളെ. ഇപ്പോൾ 20ൽ നിന്ന് 30ലേക്ക് പോകുമ്പോൾ, 20ൽ നിന്ന് ടെമ്പറേച്ചർ 20 degree Celsiusൽ നിന്ന് 30 degree Celsiusലേക്ക് പോകുമ്പോൾ റേറ്റ് ഇൻക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് മ്യൂ. 30ൽ നിന്ന് 40ലേക്ക് പോകുമ്പോൾ അഗെയിൻ റേറ്റ് ഇൻക്രീസസ് ബൈ മ്യൂ. 40ൽ നിന്ന് 50ലേക്ക് പോകുമ്പോൾ അഗെയിൻ റേറ്റ് ഇൻക്രീസസ് ബൈ മ്യൂ. സോ ആദ്യത്തെ റേറ്റ് R20 ആണ്, അവസാനത്തെ റേറ്റ് R50 ആണ്. What is R50 divided by R20 എത്രയായിരിക്കും മക്കളെ? mu into mu. കാര്യം R30 ആവാനായിട്ട് R30 എന്തായിരിക്കും? R30 will be mu into R20. R40 will be mu into R20. R50 will be mu into R20. എല്ലാ 10 ഡിഗ്രി കൂടുമ്പോഴും, അതാണ് ഇവിടെ എഴുതിയത്, എല്ലാ 10 ഡിഗ്രി കൂടുമ്പോഴും റേറ്റ് ഇൻക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് മ്യൂ. ആദ്യത്തെ 10 ഡിഗ്രിയിൽ മ്യൂ ടൈംസ് കൂടും, പിന്നത്തെ 10 ഡിഗ്രിയിൽ ഒരു മ്യൂ സ്ക്വയർ കൂടും, പിന്നത്തെ 10 ഡിഗ്രിയിൽ മ്യൂ ക്യൂബ് കൂടും, പിന്നത്തെ 10 ഡിഗ്രിയിൽ മ്യൂ റേസ് ടു 4 കൂടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ ഓൾ യു ഹാവ് ടു ഡു ഇസ് R2 by R1 is equal to K2 by K1 is equal to mu delta T by 10. ഈ ഡെൽറ്റ ടി ബൈ 10 എന്താണ് നിങ്ങൾക്ക് തരുന്നത്? ആക്ച്വലി എത്ര 10 degree Celsius കൂടി. ഓക്കെ, ഇവിടെ 20 degree Celsius to 50 degree Celsius 3 പ്രാവശ്യം കൂടി, 10. അതുകൊണ്ട് ദിസ് ഓൾസോ ഇൻക്രീസ് മ്യൂ ഇൻറ്റു മ്യൂ ക്യൂബ്. മനസ്സിലായോ മക്കളെ? നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ബിഫോർ ദാറ്റ്, ക്വസ്റ്റ്യന് മുമ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
പേടിക്കാനൊന്നുമില്ല, എല്ലാവരും നോക്കുക. നമുക്ക് y ആക്സിസിൽ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് തന്നിട്ടുണ്ട്. y ആക്സിസിൽ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് തന്നിട്ടുണ്ട്. ഓക്കെ, x ആക്സിസിൽ കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. x ആക്സിസിൽ കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. നമ്മൾ ടെമ്പറേച്ചർ T എടുക്കുകയാണെങ്കിൽ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദ ഗ്രാഫ് വിൽ ഹാവ് എ ഷേപ്പ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു ഷേപ്പിൽ അത് പോകും. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം എന്താണ് മക്കളെ? That for any situation at temperature T, ഈ ഒരു കൈനറ്റിക് എനർജി ഉള്ള മോളിക്യൂൾസിൻ്റെ ഫ്രാക്ഷൻ ഇത്രയായിരിക്കും. അതായത് ദിസ് വിൽ ബി ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഹാവിങ് ദിസ് കൈനറ്റിക് എനർജി. ഈ ഒരു കൈനറ്റിക് എനർജി ഉള്ള മോളിക്യൂൾസിൻ്റെ ഫ്രാക്ഷൻ ഇത്രയായിരിക്കും. ഫ്രാക്ഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ചിലപ്പോൾ ഇവിടെ ഒരു 1/3 വാല്യൂ ആണെന്ന് വിചാരിക്കും. 1/3, അതായത് 1/3 ഓഫ് ദ മോളിക്യൂൾസ് വിൽ ഹാവ് ദിസ് കൈനറ്റിക് എനർജി. ഓക്കെ, യെസ് ആണോ? ഫൈൻ. സോ എപ്പോഴും ഗ്രാഫിൻ്റെ ഷേപ്പ്, അതായത് ഇഫ് യു ആർ പ്ലോട്ടിംഗ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് വിത്ത് കൈനറ്റിക് എനർജി, ഗ്രാഫിൻ്റെ ഷേപ്പ് എപ്പോഴും ഇങ്ങനെയായിരിക്കും. ഗോട്ട് ഇറ്റ്? ഇനി ഞാൻ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ എന്തായിരിക്കും മക്കളെ? ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇതിങ്ങനെ പോകും. അപ്പം നിങ്ങൾ വിചാരിക്കും, സാർ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത്? വാട്ട് ആർ വി ട്രൈങ് ടു ഗെറ്റ് ഫ്രം ദിസ്? ഇവിടെ ബേസിക്കലി ഇങ്ങനെ പോകും കേട്ടോ, താഴത്തേക്ക് വരില്ല. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം മക്കളെ? എവ്രി വൺ ലുക്ക് ഓവർ ഹിയർ. അതായത് ഞാൻ ടെമ്പറേച്ചർ T എടുക്കുകയാണെങ്കിൽ ഈ ഒരു കൈനറ്റിക് എനർജിയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി ആയിട്ട് വെച്ചേക്കണേ എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഒരു കൈനറ്റിക് എനർജിയാണ് ആക്ടിവേഷൻ എനർജി. ടെമ്പറേച്ചർ T എടുക്കുകയാണെങ്കിൽ ലുക്ക് അറ്റ് ദിസ്. ഈ ഗ്രാഫ് എങ്ങോട്ടാണ് പോണത്? ഈ ഗ്രാഫ് ഇങ്ങനെ വന്ന് പോകുന്നു. അപ്പം the fraction of molecules, the total fraction of molecules having energy greater than activation energy is this. Got it? Yes or no? So this area shows fraction of molecules reacting at T. ഈ ഏരിയ ഇപ്പം ഞാൻ കളർ ചെയ്ത ഏരിയ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ Tയുടെ ഗ്രാഫാണ്. ടെമ്പറേച്ചർ Tയുടെ ഗ്രാഫിൽ, അതായത് ടെമ്പറേച്ചർ T, this is the total fraction of molecules which can react. കാര്യം എന്താ? അവരുടെ എനർജി ബാരിയർ ഗ്രേറ്റർ ദാൻ ആക്ടിവേഷൻ എനർജി ആണ്. കാര്യം ആക്ടിവേഷൻ എനർജി ഇതാണ്. ഇത്രയും ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഈസ് ഹാവിങ് എനർജി ഗ്രേറ്റർ ദാൻ ദാറ്റ്. ഇനി ഞാൻ T+10 എടുക്കുകയാണെങ്കിൽ നോക്കുക മക്കളെ, T+10ന്റെ ഗ്രാഫ് ചെറുതായിട്ട് മേളിൽ കൂടെ പോകും. T+10ന്റെ ഗ്രാഫ് ചെറുതായിട്ട് മേളിൽ കൂടെ പോകും. അപ്പോൾ എക്സ്ട്രാ ഉള്ള ഈ ഏരിയ ഉണ്ടല്ലോ, എക്സ്ട്രാ ഒരു ഏരിയ വരും അവിടെ. ഇത്രയും ഏരിയയുടെ മീനിങ് എന്താണ്? അതായത് അത്രയും ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസും കൂടെ റിയാക്ഷൻ എഫക്റ്റീവ് കൊളീഷൻസ് തരും. ദാറ്റ് മീൻസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, എന്താണ്, വാട്ട് ഇസ് ദ മോറൽ ഓഫ് ദ സ്റ്റോറി? As temperature increases, fraction of molecules having energy greater than kinetic energy increases. Got it? അതായത് റിയാക്ഷൻ്റെ സ്പീഡ് കൂടുന്നു. Got it? എല്ലാവർക്കും മനസ്സിലായോ? Got it or not? ഒന്നും കൂടി പറഞ്ഞുതരാം മക്കളെ. ഇനീഷ്യലി ഇപ്പം ഞാൻ വേറൊരെണ്ണം വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ചിലപ്പോൾ എളുപ്പമായിട്ട് മനസ്സിലാവും മക്കളെ. ഞാൻ വേറൊരെണ്ണം വരയ്ക്കുകയാണ്. അതായത് ആ ടെമ്പറേച്ചർ T എൻ്റെ ഗ്രാഫ് ഇത് ഇങ്ങനെ പോകുന്നു. ഓക്കെ, ലെറ്റ് us say this is energy of activation. ഇതാണ് energy of activation. Kinetic energy on x-axis is the energy of activation. അപ്പോൾ fraction of molecules having energy greater than activation energy is this. കാര്യം ഇത് ഫ്രാക്ഷൻ ആണ് മക്കളെ, Got it? ഇനി അതേ ഇത് തന്നെ ഞാൻ ടെമ്പറേച്ചർ കൂട്ടി വെക്കുകയാണെങ്കിൽ
അത് ദേ ഇങ്ങനെ പോകും. സോ യു ക്യാൻ സീ ദാറ്റ് ദർ ഇസ് സം എക്സ്ട്രാ ഏരിയ കമ്മിങ് ഓവർ ഹിയർ. കുറച്ച് എക്സ്ട്രാ ഏരിയ വന്നിട്ടുണ്ട്. അതായത് കുറച്ച് എക്സ്ട്രാ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഈസ് ഹാവിങ് എനർജി ഗ്രേറ്റർ ദാൻ ആക്ടിവേഷൻ എനർജി. അതായത് സ്പീഡ് കൂടുന്നു, ഇഫക്റ്റീവ് കൊളീഷൻസ് കൂടുന്നു. അതാണ് ഈ ഗ്രാഫ് കാണിക്കുന്നത്. ഗോട്ട് ഇറ്റ്? യെസ് ആണ്. ഇവിടെ നമ്മൾ ടിയും T+10 ആണ് എടുത്തത്. T+10 തന്നെ എടുക്കണം എന്നില്ല, വേറെ കൂട്ടി എന്ത് ടെമ്പറേച്ചർ എടുത്താലും ഈ ഗ്രാഫ് മേളിൽ കൂടെ പോകും. വിൽ ബി ഹാവിങ് മോർ ഫ്രാക്ഷൻ. ഗോട്ട് ഇറ്റ്? ഓക്കെ, ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: the rate of a certain reaction increases by 2.3 times when the temperature is raised from 300 to 310 Kelvin. If K is a rate constant at 300 Kelvin, then the rate constant at 310 Kelvin will be. മക്കളെ, ഇത് നിങ്ങൾക്ക് 6 അടിക്കാൻ പറ്റിയ പ്രോബ്ലമാണ്. വളരെ വളരെ സിമ്പിളാണ്. ഓക്കെ, നീറ്റിലൊക്കെ ഇത് എന്തായാലും വരും ഇങ്ങനത്തെ ഒരു സിമ്പിൾ അണ്ടർ 10 സെക്കൻഡ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളാണ് മക്കളെ. ഇതിൻ്റെ സൊല്യൂഷൻ എന്നുള്ളത് ഞാനൊന്നും ചെയ്യണ്ട. 2.3, അതായത് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ 2.3 ഇസ് K310/300 അല്ലേ? നമുക്കറിയാം K of T+10 divided by KT is equal to mu. ഈ mu ആണ് ഇവിടെ തന്നിക്കുന്നത് 2.3. ഞാൻ പറഞ്ഞില്ല, it will always be between 2 and 3. ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഞാനിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. If mu is not given, consider it as minimum 2. Okay, and if temperature is not mentioned, consider it as 25 degrees Celsius. Temperature of reaction is not specified, consider it as 25 degrees Celsius. Mu is not specified, consider it as 2. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ എല്ലാം തന്നിട്ടുണ്ട് മക്കളെ. mu തന്നിട്ടുണ്ട്, ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. ഓക്കെ, സോ 2.3 is equal to K310/300. അപ്പോൾ K310 എത്രയാണ് മക്കളെ? K300 into 2.3. ഓക്കെ, സോ ബേസിക്കലി this will be the answer. Super simple. Next question. The reaction X giving you Y is an exothermic reaction. Okay, ശരി. Activation energy of the reaction for conversion of X into Y is 150. ഇവിടെ -150 വരണം, കാര്യം ഇത് exothermic അല്ല മക്കളെ. is -150. Okay, enthalpy is 135 kilojoules. Sorry, activation energy alla. Activation energy is correct. Activation energy of conversion of X into Y is 150. Okay, enthalpy is 135. ഇവിടെ മൈനസ് വരണം, കാര്യം ഇത് exothermic അല്ല. The activation energy for the reverse reaction Y giving you X will be. Activation energy of reverse reaction Y giving you X will be. And already relations തന്നിട്ടുണ്ട് മക്കളെ. We know that. എന്തറിയാം നമുക്ക്? നിങ്ങൾ തന്നെ പൈസ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. Look at this. We know that. Always understand activation energy of forward reaction minus activation energy of backward reaction is equal to delta H. ഇത് ഫിക്സഡ് ആണ്, ഇത് മാറ്റാനൊന്നുമില്ല. Activation energy of forward reaction X giving you Y is 150. Okay, activation energy of backward reaction is what you have to find out. Okay, activation energy of backward reaction is what you have to find out. This is equal to -135 അല്ലേ? അപ്പോൾ ആക്ടിവേഷൻ എനർജി ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ എത്രയാണ് മക്കളെ? ആക്ടിവേഷൻ എനർജി ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ എത്ര? ഇതിനങ്ങോട്ട് തട്ടുക, ഇതിനിങ്ങോട്ട് തട്ടുക. ഇറ്റ് വിൽ ബി 285. ദാറ്റ്സ് ഇറ്റ്, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഡെൽറ്റ എച്ചിന്റെ ഫോർമുല എപ്പോഴും EAF - EAB ആണ്. ഓൾവേസ്, വെദർ ഇറ്റ്സ് എക്സോതെർമിക് ഓർ എൻഡോതെർമിക്, ഇറ്റ്സ് EAF - EAB. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ വിചാരിക്കും സാർ അപ്പോൾ ഇത് തെറ്റാണോ ഇങ്ങനെ മൈനസ് കൊടുക്കാതിരുന്നത്? അങ്ങനെ മൈനസ് കൊടുത്തില്ലെങ്കിലും നിങ്ങളുടെ തന്നെ ലോജിക്ക് നിങ്ങൾ യൂസ് ചെയ്യണം. എക്സോതെർമിക് ആണ്, അവിടെ ഒരു മൈനസ് സിമ്പിൾ വരണം. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് പായസം ഉണ്ടാക്കി തന്നു, അണ്ടിപ്പരിപ്പ് ഇട്ട് വന്നു, ആ അണ്ടിപ്പരിപ്പാണ് ആ മൈനസ് സിമ്പിൾ. ഓക്കെ, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, അത് തന്നിട്ടില്ലെങ്കിലും യു ഷുഡ് ബി ഏബിൾ ടു സോൾവ് ഇറ്റ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഡബിൾസ് ഫോർ എവറി 10 degrees Celsius റൈസ് ഓഫ് ടെമ്പറേച്ചർ. ഇഫ് ദ ടെമ്പറേച്ചർ ഇസ് റേസ്ഡ് ബൈ 50 degrees Celsius, ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻക്രീസസ് ബൈ അബൌട്ട്. മക്കളെ, ഞാനിത് ഓൾറെഡി നിങ്ങൾക്ക് ചെയ്തു തന്നതാണ്.
ഞാൻ ഓൾറെഡി ഇത് നിങ്ങൾക്ക് ചെയ്തു തന്നതാണ് മക്കളെ. നിങ്ങൾക്കറിയാം R2/R1 is equal to എത്രയാ? mu raised to delta T by T. ഓക്കെ, R2/R1 is equal to delta T എന്താ? mu എന്താ ഇവിടെ? mu എന്താ മക്കളെ? mu എന്താണ് ഇവിടെ? mu എന്താണ് ഇവിടെ? 2 raised to delta T എത്രയാ പറഞ്ഞത്? 50 minus 10 അല്ലേ? 50 minus 10 divided by 10, that is equal to 2 raised to 4. അല്ലേ? If the temperature is raised by 50 degrees Celsius, the rate of the reaction is about raised by 50 degrees Celsius. അല്ല, ഒരു മിനിറ്റ് മക്കളെ, ചെറിയൊരു തിരുത്തുണ്ട് ഇവിടെ. ബൈ 50 ഡിഗ്രി സെൽഷ്യസ് അല്ല കൊടുത്തിട്ടുണ്ട്. ഐ എം സോറി. ബൈ 50 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ അവർ ഓൾറെഡി ഡെൽറ്റ ടി തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് റേസ്ഡ് ബൈ 50 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് ഞാൻ വായിച്ചത് തെറ്റിപ്പോൾ. ഇറ്റ് ഈസ് റേസ്ഡ് ബൈ 50 ഡിഗ്രി സെൽഷ്യസ്. അതായത് ഡെൽറ്റ ടി ഈസ് ഓൾറെഡി 50. ഓക്കെ, എവിടെ നിന്ന് ഇങ്ങോട്ട് ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തന്നിട്ടില്ല. ആക്ച്വലി ഇനീഷ്യൽ ടെമ്പറേച്ചറും ഫൈനൽ ടെമ്പറേച്ചറും തന്നിട്ടില്ല, പക്ഷേ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ 50 എന്ന് തന്നിട്ടുണ്ട്. സോ 50 divided by 10, okay, that is equal to 2 raised to 5. So basically new rate R2 will be equal to 2 raised to 5 into R1. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ മക്കളെ? ഉണ്ടല്ലോ. 2 raised to 5 is 32. So 32 is the answer. 32 times it increases 32 times. മനസ്സിലായോ? ബൈ 50 ആണ്, 250 അല്ല. അതായത് ആ വാക്കുകൾ അതാണ്, കുറച്ചൊക്കെ ഗ്രാമറൊക്കെ വേണ്ടി വരും. ഇറ്റ് ഇൻക്രീസ് ബൈ 50 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. 250 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അത് 50 ഡിഗ്രി സെൽഷ്യസ് ആയി എന്നാണ്. ഓക്കെ, ടെമ്പറേച്ചർ ഇസ് ഇൻക്രീസ്ഡ് ബൈ 50 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ 50 ഡിഗ്രി സെൽഷ്യസ് കൂട്ടി. ടെമ്പറേച്ചർ ഇസ് ഇൻക്രീസ് ടു 50 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രി സെൽഷ്യസിലേക്ക് ആക്കി എന്നാണ്. ഓക്കെ, രണ്ടിനും രണ്ട് അർത്ഥങ്ങളാണ്. ഡോണ്ട് ഫർഗെറ്റ്. ഓക്കെ, നമുക്കിനി ഞാൻ പറഞ്ഞില്ലേ ദ വെരി ഇമ്പോർട്ടൻറ്റ് അർഹീനിയസ് ഇക്വേഷനിലേക്ക് കിടക്കാം. ദ വെരി ഇമ്പോർട്ടൻറ്റ് അർഹീനിയസ് ഇക്വേഷനിലേക്ക് കിടക്കാം മക്കളെ. അർഹീനിയസ് ഇക്വേഷൻ ഇസ് നത്തിങ്, ഒന്നുമില്ല മക്കളെ. ഇവിടെ നമ്മൾ പഠിക്കാൻ പോണത് how K is related to temperature, how rate constant is related to temperature എന്നുള്ളതാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. How rate constant is related to temperature, and it is given by Arrhenius equation. It is given by Arrhenius equation. Rate constant is equal to A e raised to minus EA by RT. A e raised to minus EA by RT. ഇവിടെ എ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസിക്കലി ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് വിത്ത് എനർജി ഗ്രേറ്റർ ദാൻ ആക്ടിവേഷൻ എനർജി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്ടിവേഷൻ എനർജി ആണ്. ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് വിത്ത് എനർജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്ടിവേഷൻ എനർജി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാറേ എ എന്താണ്? പറഞ്ഞുതരാം മക്കളെ. എ ഈസ് കോൾഡ് ആസ് അർഹീനിയസ് കോൺസ്റ്റന്റ് ഓർ പ്രീ എക്സ്പോണൻഷ്യൽ കോൺസ്റ്റന്റ് ഓർ ഫ്രീക്വൻസി ഫാക്ടർ. EA is activation energy, R is gas constant, T is equal to temperature. Okay, ഈ എനെ നമുക്ക് ആക്ച്വലി എനെ ബേസിക്കലി is a term that considers orientation factor. It considers the orientation factor. ഞാൻ പറഞ്ഞില്ലേ ഒരു റിയാക്ഷൻ നടക്കാനായിട്ട്, ഒരു പ്രോപ്പർ റിയാക്ഷൻ നടക്കാനായിട്ട് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ഓറിയന്റേഷൻ ഫാക്ടറും ഉണ്ട്, എനർജി ഫാക്ടറും ഉണ്ട്, എനർജി ബാരിയറും ഉണ്ട്. ആദ്യത്തെ ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി നമുക്ക് fraction of molecules or fraction of collisions that crosses energy barrier. A basically takes into account the orientation factor also.
ഈ രണ്ട് ഫാക്ടറും കൂടി ചേർത്തൊട്ടിച്ചതാണ് റേറ്റ് കോൺസ്റ്റൻറ്റ്. A very similar expression exists for a very similar expression exists in collision theory also. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഒരു കൊളീഷൻ തിയറിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സിമിലർ എക്സ്പ്രഷൻ കണ്ടെത്താൻ കഴിയും. ഓക്കെ, ZP(e⁻EA/RT) എന്നും പറഞ്ഞു. അത് ഞാൻ എന്തായാലും അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ബട്ട് ദിസ് ഈസ് ദ മോസ്റ്റ് ആപ്റ്റ് റിലേഷൻഷിപ്പ് ഫോർ റേറ്റ് കോൺസ്റ്റൻറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഇവിടെ നിങ്ങൾ നോക്കുക, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്താ പറ്റണേ? ഇവിടെ അൾട്ടിമേറ്റ്ലി ദിസ് റിയാക്ഷൻ ലുക്സ് ലൈക്ക് ദിസ്, KA/E⁻EA/RT. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്താ പറ്റണേ? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഈ വാല്യൂ കുറയും അല്ലേ? E⁻EA/RT കുറയും. ഇത് കുറയുമ്പോൾ ഇത് കൂടും. ആൻഡ് വി നോ ദാറ്റ് റേറ്റ് കോൺസ്റ്റൻറ്റ് കൂടും ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ നിങ്ങൾ നോക്കുക, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ E⁻EA/RTക്ക് എന്താ പറ്റുക? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഈ പവർ കുറയും. പവർ കുറയുമ്പോൾ എൻറ്റയർ വാല്യൂ കുറയും. എൻറ്റയർ വാല്യൂ ഡിനോമിനേറ്ററിലാണ് ആക്ച്വലി വരുന്നത്. ഡിനോമിനേറ്ററിൽ വരുന്നതുകൊണ്ട് റേറ്റ് കോൺസ്റ്റൻറ്റ് കൂടും. ഓക്കെ, പക്ഷെ ഇങ്ങനെയാണ് എഴുതുക, E⁻EA/RT. -EA/RT ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയും എഴുതാം അത്. സോ നെവർ ഫർഗെറ്റ് ദിസ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഗോട്ട് ഇറ്റ്? If K increases with increase in temperature, അതാണ് ഞാൻ പറഞ്ഞത്. If temperature is infinity, K is equal to A. അതെങ്ങനെ കിട്ടി? Temperature is infinity, K is equal to A. അതെങ്ങനെ? K is equal to A(e⁻EA/RT). ടെമ്പറേച്ചർ ഇൻഫിനിറ്റി ആണെങ്കിൽ ഈ വാല്യൂ 0 ആയിരിക്കും. ഈ എൻറ്റയർ വാല്യൂ 0 ആവും. ഈ എൻറ്റയർ വാല്യൂ 0 ആകുമ്പോൾ A(e⁻0) എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു A itself. ഓക്കെ, മറക്കരുത്. Next, understand that K/A, which is equal to E⁻EA/RT. നമുക്കറിയാം K is equal to A(e⁻EA/RT) എന്നുള്ളത്. അപ്പോൾ K/A എന്താണ് മക്കളെ? E⁻EA/RT. ഈ K/A is equal to E⁻EA/RT. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഹാവിങ് എനർജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്ടിവേഷൻ എനർജി. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്താ പറ്റുക? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്താ പറ്റുക മക്കളെ? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഈ വാല്യൂവിന് എന്ത് പറ്റും? ഇറ്റ് ഇൻക്രീസസ്. അതായത് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഹാവിങ് എനർജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്ടിവേഷൻ എനർജി ഇൻക്രീസസ്. അത് തന്നെയല്ലേ നമ്മളിവിടെ കണ്ടത്. നമ്മൾ കണ്ടില്ല, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഈ വാല്യൂ കുറയും, ഈ വാല്യൂ കുറയുമ്പോൾ K കൂടും. ബേസിക്കലി എന്തുകൊണ്ടാണ് അതൊക്കെ നടക്കുന്നത്? ഈ വാല്യൂ കൂടും അല്ലേ? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഒരു മിനിറ്റ്, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഈ K വാല്യൂ കൂടുന്നു മക്കളെ. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഈ K വാല്യൂ കൂടുന്നു അല്ലേ മക്കളെ? കാര്യം എന്താ? E⁻EA/RT അവിടെ കുറയുന്നു, ഡിനോമിനേറ്റർ കുറയുന്നു. സോ K ഇൻക്രീസ് ആവുന്നു. അത് തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ കണ്ടത്. K ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ അല്ലേ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. E⁻EA/RT എന്താ? 1/E⁻EA/RT. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്താ പറ്റണത്? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഈ വാല്യൂ കുറയും. ഈ വാല്യൂ കുറയുമ്പോൾ ഈ എൻറ്റയർ വാല്യൂ കൂടും. എന്തുകൊണ്ടാ? വാട്ട് ഇസ് ദാറ്റ് ആക്ച്വലി? ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഹാവിങ് എനർജി ഗ്രേറ്റർ ദാൻ ആക്ടിവേഷൻ എനർജി. അത് നമുക്ക് ഓൾറെഡി അറിയാം. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എനർജി കൂടുന്നു. ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഹാവിങ് എനർജി ഗ്രേറ്റർ ദാൻ ആക്ടിവേഷൻ എനർജി ഇൻക്രീസസ്. അത് തന്നെയാണ് നമ്മൾ ആ ഗ്രാഫിലും കണ്ടത്. ഒരു ഗ്രാഫ് കണ്ടില്ല നമ്മൾ ഈ ഗ്രാഫിൽ അല്ലേ? മനസ്സിലായോ? ഗോട്ട് ഇറ്റ്? പിന്നെ ഒരു എക്സ്ട്രാ പോയിന്റ്, E⁻EA/RT is also called as Boltzmann's factor. Okay, that's nothing but fraction of molecules having energy greater than or equal to EA. Temperature increases, that fraction also increases. Temperature കൂടുന്തോറും ആ ഫ്രാക്ഷൻ കൂടുന്നു. ഇനി നമുക്ക് ചെറിയൊരു കളി കളിക്കാം. അതായത് ലോഗരിതം വെച്ചിട്ടുള്ളൊരു കളി. If you are taking, so നമുക്കറിയാം K is equal to
a e raised to minus ea by rt. If you are taking logarithm on both sides, natural logarithm of k is equal to natural logarithm of a e raised to minus ea by rt. Now, we product rule apply in logarithm. This is logarithm of a into logarithm of b. Logarithm of a into logarithm of b is nothing but log a plus log b. That would apply logarithm of k is equal to natural logarithm of a plus natural logarithm of e raised to minus ea by rt. Got it? And always understand natural logarithm of e raised to x is x. That would apply an equation. Natural logarithm of k is equal to, we will write it over here. Natural logarithm of k is equal to natural logarithm of a minus ea by rt. Got it? In natural logarithm to the base 10 natural logarithm of k can be written as 2.303 log to the base 10 of k. Natural logarithm of a namakku 2.303 log to the base 10 of a minus ea by rt. That's avada thanne chambu. That's avada thanne kodukka. 2.303 which entire equation divide LHS by 2.303, RHS also. So this 2.303 gets cancelled. You will get logarithm to the base 10 of k is equal to logarithm to the base 10 of a minus ea by 2.303 rt. Now, this equation marakkaradu. This is in natural logarithm. This is in logarithm to the base 10. Ultimately, this is mother equation. Okay. This is mother equation. This is okay. നമുക്കിനി ചെറിയൊരു ഗ്രാഫ് കാണാം. എനിക്കറിയാം നിങ്ങൾക്ക് ഗ്രാഫ് ഇഷ്ടമല്ലാന്ന്, പക്ഷെ എനിക്കിഷ്ടമാണ്. നമുക്കിനി ഇതിൻ്റെ തന്നെ ചെറിയൊരു ഗ്രാഫ് കാണാം മക്കളെ. അല്ല, ഗ്രാഫ് കാണുന്നതിന് മുമ്പ് ഐ തിങ്ക് ചെറിയൊരു ഡെറിവേഷൻ കൂടി ചെയ്തിട്ട് ഗ്രാഫ് കാണാം. ഓക്കെ. ആ ടെമ്പറേച്ചർ T1, അതായത് നമ്മളിപ്പോൾ ടെമ്പറേച്ചർ മാറ്റുമ്പോൾ എന്താണ് മാറുന്നത്? ആക്ച്വലി റേറ്റ് കോൺസ്റ്റന്റ് ആണ് മാറുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ടെമ്പറേച്ചർ മാറുമ്പോൾ കോൺസെൻട്രേഷൻ ഒന്നും മാറുന്നില്ല. ടെമ്പറേച്ചർ മാറുമ്പോൾ റേറ്റ് മാറുന്നു. എന്തുകൊണ്ട്? റേറ്റ് കോൺസ്റ്റന്റേ മാറുന്നു. ബിക്കോസ് k is equal to a e raised to minus ea by rt. ടെമ്പറേച്ചർ ആയിട്ട് ഡിപ്പെൻഡന്റ് ആണ്. അപ്പോൾ ലോഗറിതം ടു ദ ബേസ് 10 of k1 is equal to logarithm to the base 10 of a minus ea by 2.303 rt1. അത് തന്നെ ടെമ്പറേച്ചർ മാറ്റുമ്പോൾ logarithm to the base 10 of k2 is equal to logarithm to the base 10 of a minus ea by 2.303 rt2. ഇനി എന്താണ് നമ്മൾ ചെയ്യുന്നത്? We will get an expression like this. LHS minus LHS log k2 minus log k1 is equal to this minus this. ഇത് രണ്ടും മൈനസ് ചെയ്ത് കഴിയുമ്പോൾ ഈ രണ്ട് വാല്യൂ 0 ആയി പോകും. ആ രണ്ടും മൈനസ് ചെയ്ത് പോകും. ഓക്കെ. എന്നിട്ട് ea by 2.303 r എന്നുള്ളത് ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. You'll get 1 by T1 minus 1 by T2. Got it? അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാർ ഇതിൻ്റെ ഒക്കെ ഉപയോഗം എന്താണ്? ബേസിക്കലി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, സോ ബേസിക്കലി യു ക്യാൻ റീഅറേഞ്ച് ദിസ്. log a minus log b എന്താ? log a minus log b എന്താ? log a minus log b is equal to log of a by b. So log of k2 minus log of k1 is equal to log of k2 by k1 is equal to ea by 2.303 r into 1 by t1 minus 1 by t2 നമുക്ക് t2 minus t1 by t1 t2 എന്ന് എഴുതാം. 6ാം ക്ലാസ്സിലെ മാത്സ് ആണ് മക്കളെ. 6ഓ 7ഓ 5ഓ 4ഓ. ബേസിക്കലി LCM എടുക്കുക. t2 minus t1 by t1 t2. സോ ബേസിക്കലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. നിങ്ങൾക്ക് ചിലപ്പോൾ k2 തരും, k1 തരും, ea തരും, t1 തരും, t2 കണ്ടുപിടിക്കാൻ പറയും. അല്ലെങ്കിൽ t1 തരും, t2 തരും, ea തരും, k1 തരും, k2 കണ്ടുപിടിക്കാൻ പറയും. അല്ലെങ്കിൽ k2 k1 t1 t2 തരും, ea കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ. ഡിപ്പെൻസ് ഓൺ ദ ക്വസ്റ്റ്യൻ. ഇനി നമുക്കിതിൻ്റെ ഗ്രാഫ് ഒന്ന് കാണാം. നമുക്കിതിൻ്റെ ഗ്രാഫ് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. കാണാതായി പോയി മക്കളെ, ഐ ആം സോറി. ഗ്രാഫ് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. നോക്കുക. അതായത് നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടി അല്ലേ?
ഈ ഒരു എക്സ്പ്രഷനും നമുക്കറിയാം, ഈ ഒരു എക്സ്പ്രഷനും നമുക്കറിയാം, മൈനസ് ഇ എ ബൈ ആർ ടി. നമ്മൾ ആദ്യത്തെ എക്സ്പ്രഷൻ എടുക്കണം, കമ്പയറിങ് ഇറ്റ് വിത്ത് y ഇസ് ഈക്വൽ ടു സി പ്ലസ് എം എക്സ്. y എന്താണ്? ലോഗരിതം ഓഫ് കെ. ഓക്കെ, എക്സ് എന്താണ്? എക്സ് എന്താണ് മക്കളെ? എക്സ് എന്താണ് മക്കളെ? എക്സ് ഇസ് 1/t. 1/t ഞാൻ എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ സി എന്തായിരിക്കും? സി വിൽ ബി ലോഗരിതം ഓഫ് എ. ഈ y ഇന്റർസെപ്റ്റ് വിൽ ബി ലോഗരിതം ടു ദ ബേസ് 10 ഓഫ് എ. സ്ലോപ്പ് എന്തായിരിക്കും? എം. സ്ലോപ്പ് ഇസ് എം. ആ എം എന്താണ് ഇവിടെ വരുന്നത്? മൈനസ് ഇ എ ബൈ 2.303 ആർ അല്ലേ? ദിസ് ഇസ് വൈ, ദിസ് ഇസ് സി, ദിസ് വാല്യൂ മൈനസ് ഇ എ ബൈ 2.303 ആർ ആയിരിക്കും സ്ലോപ്പ്. കാര്യം 1/t നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. സോ ബേസിക്കലി ഇഫ് യു പ്ലോട്ട് എ ഗ്രാഫ് എല്ലാവരും നോക്കുക ഓഫ് log of k and 1/t, you will get slope is equal to minus EA by 2.303 R. At the same time, നമ്മൾ വേറൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണ്. നാച്ചുറൽ ലോഗരിതം ഓഫ് k versus 1/t. You will again get a line with a negative slope. ഇവിടുത്തെ സ്ലോപ്പ് വരുന്നത് ആ 2.303 ഉണ്ടാവില്ല, മൈനസ് ഇ എ ബൈ ആർ എ വരുള്ളൂ. മൈനസ് ഇ എ ബൈ ആർ എ വരുള്ളൂ. കാര്യം എന്താ? ഇവിടെ നോക്കുക, ദിസ് ഇസ് വൈ, ദിസ് ഇസ് സി. ഇവിടുത്തെ സ്ലോപ്പ് മൈനസ് ഇ എ ബൈ ആർ ആയിരിക്കും. കാര്യം 1/t നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു. Got it? Is that clear, my dear champions? Fine. അപ്പോൾ ഈ രണ്ട് ഗ്രാഫും മനസ്സിൽ വെക്കുക. ലോഗരിതം ടു ദ ബേസ് 10 ആണെങ്കിൽ സ്ലോപ്പ് വരുന്നത് മൈനസ് ഇ എ ബൈ 2.303 ആർ. ലോഗരിതം ടു ദ ബേസ് ഇ ആണെങ്കിൽ സ്ലോപ്പ് വരുന്നത് മൈനസ് ഇ എ ബൈ ആർ. ചാമ്പാം ക്വസ്റ്റ്യൻസ് ചാമ്പാം. ലെറ്റ്സ് കിൽ ദ ക്വസ്റ്റ്യൻസ് റൈറ്റ് നൗ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നീറ്റ് 2015 ചോദിച്ച ചോദ്യമാണ്. ദ ആക്ടിവേഷൻ എനർജി ഓഫ് എ റിയാക്ഷൻ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ഫ്രം ദ സ്ലോപ്പ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ്സ്. മക്കളെ ഞാനിപ്പോൾ പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾ തന്നെ പായസം ഉണ്ടാക്കാൻ നോക്കുക. വളരെ വളരെയധികം സിമ്പിളാണ് മക്കളെ. എന്താണ് ദിവനിൽ നിന്ന് we will get it from this guy അല്ലേ? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മക്കളെ. ലോഗരിതം ഓഫ് k വേഴ്സസ് 1/t, സ്ലോപ്പ് ഇസ് മൈനസ് ഇ എ ബൈ ആർ. കാര്യം ഈ ഇക്വേഷൻ നമുക്കറിയാം, സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ. y is equal to c plus mx, m is minus e a by r. ആറിൻ്റെ വാല്യൂ നമുക്ക് അറിയാം ഓൾറെഡി. അപ്പോൾ ഈ ഒരു സ്ലോപ്പ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, യു വിൽ ബി ഏബിൾ ടു ഈസിലി ഫൈൻഡ് ഔട്ട് ഇ എ. കാര്യം ആറിൻ്റെ വാല്യൂ അറിയാം. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For a reaction, consider the plot of logarithm of k versus 1/t given in the figure. If the rate constant of this reaction at 400 Kelvin is 10 power minus 5, then the rate constant at 500 Kelvin is. So basically ഇവിടെ സ്ലോപ്പ് തന്നിട്ടുണ്ട്, നാച്ചുറൽ ലോഗരിതം ഓഫ്. ഈ സ്ലോപ്പ് എന്താണ് മക്കളെ? This slope is nothing but minus 4606 is nothing but minus EA by R. നമുക്ക് ഓൾറെഡി അറിയാം, that is the slope അല്ലേ? അപ്പോൾ ഇ എ എന്താണ്? ഇ എ ഇസ് 4606 ഇൻറ്റു ആർ അല്ലേ? യെസ് ഓ നോ? ഫൈൻ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? വി ജസ്റ്റ് ഹാവ് ടു അപ്ലൈ ദാറ്റ് ഇൻ ദ ഫോർമുല. ഏത് ഫോർമുല മക്കളെ? ഈ ഒരു ഫോർമുല. എവിടെ അവൻ എവിടെ? ഈ ഒരു ഫോർമുലയിലേക്ക് ചാമ്പിയാൽ മതി. ഞാൻ പറഞ്ഞു നമുക്ക് K2 ഉം K1 തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. K2 നമുക്ക് കണ്ടുപിടിക്കണം. T1 ഉം T2 തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് ഓവർ ദർ അല്ലേ? T1 തന്നിട്ടുണ്ട് 400 Kelvin റേറ്റ് കോൺസ്റ്റന്റ്. K1 ഉം തന്നിട്ടുണ്ട് 10 power minus 5. 10 power minus 5 K1. T1 is 400. T2 തന്നിട്ടുണ്ട് 500. K2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ജസ്റ്റ് അപ്ലൈ ദാറ്റ് ഇൻ ദ ഫോർമുല. എന്താണ് ഫോർമുല? ഞാൻ ഒന്നും കൂടി എഴുതാം. ലോഗരിതം ഓഫ് K2 by K1 is equal to EA by R into 1 by T1 minus 1 by T2. Okay, fine.
ഇവിടെ തന്നക്കണത് എന്താണ്? തന്നക്കണത് സ്ലോപ്പാണ് തന്നക്കണത് -4606. അപ്പോൾ ബേസിക്കലി ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല. EA/R തന്നെ നമുക്ക് കിട്ടും 4606. EA/R is 4606. അത് നമ്മൾ അവിടെ കൊണ്ട് ജാമ്പ് ചെയ്യാൻ മതി. EA/R is 4606. So that is equal to ഇവിടെ കൊടുത്തേക്കണ പോലെ ലോഗരിതം ഓഫ് K2 by K1 എത്രയാണ്? 10⁻⁵. Okay, is equal to 4606 into 1/T1, 1/400 minus 1/500. നിങ്ങൾ വിചാരിക്കും സാർ ഈ 4606 ഒക്കെ ഭയങ്കര ടഫ് നമ്പർ ആണല്ലോ. അല്ല മക്കളെ, 4606 is nothing but double of 2303. 2303 എന്ന് പറയുമ്പോൾ തന്നെ അത് എവിടേക്കോ കണക്റ്റഡ് ആണ് ലോഗരിതമായിട്ട്. സോ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോണോ 1/400 minus 1/500 എത്രയാ? 500 minus 400 divided by 500 into 400. Okay മക്കളെ, yes or no? 500 into 400, that is nothing but 100 divided by 500 into 400. Okay, 100ഉം 400ഉം 100ഉം ഇതും പോയി. ഇവിടെ കിട്ടുന്നത് 1/2000. 1/2000 കിട്ടും. 4606 divided by 1/2000 എത്രയാ? 4606 divided by 1/2000 2.303 ആണ്. That is 2.303. So logarithm of K2 by 10⁻⁵ is equal to 2.303. അല്ലേ? അല്ലേ മക്കളെ? അല്ലേ മക്കളെ. Now just use your simple logarithm properties. അപ്പോൾ K2 by 10⁻⁵ is equal to 10 എന്ന് കിട്ടും. K2 is equal to 10⁻⁴ എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് മനസ്സിലായില്ലെങ്കിൽ വളരെ സിമ്പിളാണ്. യു ജസ്റ്റ് ഹാവ് ടു കൺവേർട്ട് ലോഗരിതം ഓഫ് K2, നാച്ചുറൽ ലോഗരിതം ഓഫ് K2 by 10⁻⁵ is nothing but 2.303 into logarithm to the base 10 of K2 by 10⁻⁵. That is given as 2.303. 2.303 പോവും. So log of K2 by 10⁻⁵ is equal to 1. Log of this is equal to 1 എന്ന് ഉദ്ദേശിച്ചത് എന്താ? ആൻറ്റി ലോഗ് എടുക്കുക. So K2 by 10⁻⁵ is anti log of 1. അല്ല? Yes or no? That is equal to 10. So K2 will be equal to 10⁻⁴. That is the answer. This will be the answer, my dear students. Okay. So അങ്ങനെയാണ് പാലാരിവട്ടം പാലമുണ്ടായത്. Okay baby. So that's it. ഇത് JEE ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ നീറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ എപ്പോഴും ഒരു മിക്സ് മാച്ച് ക്വസ്റ്റ്യൻ ആയിരിക്കും ചെയ്യണത്. ഓക്കെ, എപ്പോഴും ഒരു ലെവലിൽ തന്നെ ആയിരിക്കില്ല നമ്മൾ നിൽക്കണം. വിൽ ബി ഡൂയിങ് all levels of questions, all varieties of questions. Okay my dear students, അപ്പോൾ ഇന്നത്തെ അംഗം ഇവിടെ അവസാനിച്ചു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. ഓക്കെ, എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. ഓക്കെ ഫൈൻ, ഇറ്റ്സ് വെരി വെരി യൂസ്ഫുൾ. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ ഞങ്ങൾക്ക് അറിയുള്ളൂ എന്താ പ്രശ്നം എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാനായിട്ടും ഞങ്ങൾ തയ്യാറാണ്. ഓക്കെ, so that's it my dear students, that's it for the day. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ഫോളോ ദ ടെലിഗ്രാം ചാനൽ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടെലിഗ്രാം ചാനലിൽ. എല്ലാ അപ്ഡേറ്റ്സും വരും ടെലിഗ്രാം ചാനലിൽ. Okay, it's very very important that you follow this. So that's it for the day my dear students. Stay as champions, push yourself harder, stay happy, stay healthy. നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. ഓക്കെ, healthy mind resides in a healthy body അല്ലേ? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Stay happy, stay healthy, stay motivated, push yourself harder. I'll see you guys in the next class. Till then, bye bye.